അതവിടെ തീർന്നു. ഇന്നമാ ഔറദ അലൈക്കൽ വാരിദ ലിതകൂന ബിഹി അലൈഹി വാരിദ. ഇനി പറയാൻ പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വക്കൽ നിന്ന് വാരിദായി കൽബിലേക്ക് പല അഹ്വാലുകളും പിന്നെ കൽബിലേക്ക് ഇട്ട് കൊടുക്കും. അതെന്തിനാ ഇട്ട് തരുന്നത്? അതെല്ലാം ആക്കിയിട്ട് എന്നിലേക്ക് ഇങ്ങോട്ട് വാന്ന് വിളിക്കുന്നു. അങ്ങോട്ട് ഇതാ പിടിച്ചോ, അതിലേക്ക് ഇങ്ങോട്ട് പോവാ. അതാ ഇന്നമാ ഔറദ അലൈക അല്ലാഹു സുബ്ഹാനഹു. എന്നല്ലാണ്ട് ഇവിടുന്ന് ബേക്കോട്ട് വലിക്കാനല്ല, വാരത് കിട്ടുന്നതോറും അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കോണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നമാ ഔറദ അലൈക്കൽ വാരിദ്. വാരിദിനെ അല്ലാഹു തആല നിന്റെ മേൽ വീറാദാക്കി വാരിദാക്കി തരുന്നത് ലിതകൂന ബിഹി, ആ വാരിദ് മുഖേന നീ ആകാൻ വേണ്ടിയാണ്. വാരിദൻ അലൈഹി, നീ അങ്ങോട്ട് മുഖമിലാകാൻ വേണ്ടിയിട്ടാണ്. നില കിട്ടിയും വാങ്ങി മടങ്ങിപ്പോകാനല്ല, ചിലപ്പോൾ കിട്ടിയും വാങ്ങി പോകണ്ടല്ല, അതല്ല, കിട്ടിയും വാങ്ങി അങ്ങോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ വാരിദ്? യുത്നഖുൽ വാരിദു അലാമാ യുത്ഹിഫുല്ലാഹു ബിഹി അബ്ദഹു. അബ്ദിന് അല്ലാഹു തആല സമ്മാനമായി നൽകുന്ന പല കാര്യങ്ങൾക്കും വാരിദ് എന്ന് പറയും. മിനൽ ഉലൂമിൽ വഹബിയ്യത്തി വൽ അൻവാരിൽ ഇർഫാനിയ്യ. അധ്വാനമില്ലാതെ കണ്ടു കിട്ടുന്ന ഉലൂമാണല്ലോ വഹബിയായും ഇർഫാനിയായ അൻവാറുകളാലും. അല്ലതി യൻശരി ബിഹാ സദറുഹു, അതുകൊണ്ടാണ് കൽബിന് വിശാലത കിട്ടുന്നത്. വസ്തനിയു ബിഹാ ഖൽബുഹു, അവന്റെ കൽബിന്റെ പ്രകാശം കിട്ടലും. അപ്പോ നഫ്സുൽ അംറിൽ ഹക്കായ ഒരു സാധനം ഇവൻ ഹക്കായി തന്നെ കണ്ടിട്ടുണ്ടാവും. അവിടെ യഥാർത്ഥ എന്താ വേണ്ടത്? ബാത്തിലായ കാര്യം എത്ര അതിനെ പോളിച്ചാക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാലും ബാത്തിലായിട്ട് തന്നെ ഓർക്കാൻ മനസ്സിലാവും ഇത് ബാത്തിലാണെന്ന്. അതാണ് വാരിദിന്റെ ഒരു മാന. തജല്ലിൻ ഇലാഹിയൻ യരിദു അലൽ കൽബി, കൽബിന്റെ മേൽ വാരിദായിട്ട് വരുന്ന ഇലാഹിയായ തജല്ലിയെ സംബന്ധിച്ച് വാരിദ് എന്ന് പറയാറുണ്ട്. വൈല്ലം ഇസ്റബിഹിൽ അബ്ദു, അബ്ദിനെ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട് അറിയാത്ത? ബശരിയത്തി, അവന്റെ ബശരിയായ ഔസാഫിന് കട്ടി കൂടിയിട്ടുണ്ട്, അത് പോയിട്ടില്ല. അപ്പൊ ഇത് വാരിദാത്ത് വന്നാലും ഇവന്റെ ചോറിൽ പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ വരും. ഹാല് എന്നും അതിനെപ്പറ്റി ഇബാർത്തിടാറുണ്ട്. ഇങ്ങനെ രണ്ട് മാനിയാണ് വാരിദിനുള്ളത്. അതിൽപ്പെട്ട മഹാദാഹുവൽ മുറാദുഹുൻ, ഈ രണ്ടാമത് പറഞ്ഞതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മുപ്പറമത്തിൽ ഉദ്ദേശിക്കുന്നത്. അതായത് തകൂന ബിഹി അലൈഹി വാരിദ, വാരിദൻ എന്ന് പറഞ്ഞാൽ ഐ മുഖബിലൻ അല ദുഖൂലി ഫീ ഹദറതിഹി. ഇതല്ല അബ്ബറു അൻഹു എന്നല്ലേ പറഞ്ഞു, മറ്റൊരു ഇബാർത്തുണ്ടെന്നല്ലോ. അള്ളാന്റെ ഹദറത്തിലേക്കുള്ള ദുഖൂലിന്റെ മേലിൽ അത് മുഖബിലാകാൻ വേണ്ടിയിട്ടാണ്. വമാലൂമൻ അന്ന ദുഖൂല ഫീ തിൽകൽ ഹദറത്തി ലാ യകൂനു ഇല്ലാ ലിഖൽബിൻ ഖാലിസിൻ, ഖാലിസായ കൽബിനെ കൊണ്ടില്ലാതെ അള്ളാന്റെ ഹദറത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് പണ്ടേനും പറഞ്ഞില്ല. കൈഫ യുശ്രികു ഖൽബുൻ സുവറുൽ അഖ്വാലി മുൻതബിഅത്തുൻ ഫീ മിർആത്തി തുടങ്ങുന്നതിൽ പറഞ്ഞില്ലേ. വലിദ, അതുകൊണ്ടാണ് ഖാല മൂപ്പർ അടുത്ത പടി പറയുന്നത്, ഔറദ അലൈക്കൽ വാരിദ ലിയതദല്ലമക മിൻ യദിൽ അഗ്യാർ വയുഹദ്ദക മിൻ ദിക്റിൽ ആസാർ. അതെന്താക്കണം? ഈ വാരിദ് ഇട്ടു കൊടുത്താലേ നീ അള്ളാഹുവിലേക്കുള്ള മുഖമിലാവുള്ളൂ, ഇല്ലെങ്കിൽ ആയി കിട്ടൂല. ഒരു സാധനം ഇട്ടു കൊടുത്തിട്ട് ഇങ്ങനെ പിരിക്കണം. എന്നിട്ട് പറയുന്ന ആ രണ്ടാമത്തെ ഒരു വാരിദ് എന്താക്കും? നിന്നെ അകയാറിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പും കൂടെ വാരിദ് ഉണ്ടാക്കി തരും. ഒന്നാമത് നിൽക്കുമ്പോൾ, രണ്ടാമത്തത് എന്തിന് അകയാറത്തോട് സലാമത്താക്കാൻ. മൂന്നാമത്തെ ഒരു വാരിദ് ഉണ്ടാകും നിന്റെ വജൂദിനെ തന്നെ മറപ്പിച്ചിട്ട് അള്ളാഹിനെ ശുഹൂദിലേക്ക് എത്തിക്കാൻ. അപ്പൊ വാരിദ് 3 പടിയായി. ഒന്നാമത് നിക്കബാലിന് വേണ്ടി, രണ്ടാമത്തതോ തഹരീറിന് വേണ്ടി, മൂന്നാമത്തത് ഫനായിന് വേണ്ടി. 3 അപ്പൊ 3 പടിയായിട്ട് വാരിദാണ് വരിക. മനസ്സിലായില്ല? വാരിദിനെ അല്ലാഹു തആല നിന്റെ മേൽ വാരിദാക്കൽ യതദല്ലമക മിൻ യദിൽ അഗ്യാർ, അഗ്യാറിന്റെ പിടുത്തത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാനും ആസാറിന്റെ അടിമത്വത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രമാക്കാനാക്കാനും വേണ്ടി. അൽ അഗ്യാറു വൽ ആസാറു, ഇവിടെ യദിൽ അഗ്യാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദിക്കിൽ ആസാർ എന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് എന്താ? യൽ അഗ്റാദു ദുന്യവിയ്യത്തു, ദുന്യവിയായ അഗ്റാദുകളാണ്. ഒന്ന് ശഹവാത്തുൻ നുഫൂസാണ് പറ്റിയത്. വഹിയ ഫഹിയ, ഇത് ഗാസിബത്തുൽ ലക, നിന്നെ ഗസ്ബ് ചെയ്യുന്ന സാധനങ്ങളാണ്. നിന്നെ പിടിച്ചോണ്ട് പോയിട്ട് ബന്ധനസ്ഥനാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കണം. അതെങ്ങനെ ഗസ്ബ് ചെയ്തെങ്ങനെ? ലിഹുബ്ബിക ലഹ, അതിനെ നീ സ്നേഹിക്കുന്ന കാരണത്തിന് വേണ്ടി. വസുകൂനിക ഇലൈഹ,
അതിലേക്ക് നീ മനസ്സ് ചാഞ്ഞുടഞ്ഞു. വാറ്റിമാദിക്കാലേഹ, അതിന്റെ മേൽ നീ ഏറ്റുമാതും ചെയ്ത്. അപ്പോൾ ഫാവദാലേക്കൽ വാരിദ, ഒരു വാരിദിനെ അല്ലാഹു തആല നിന്റെ മേൽ ചൊരിഞ്ഞു തന്നു. ലിയതസല്ലമക മിൻ മൻ ഗസബക, നിന്നെ പിടിച്ചു പറിച്ചെടുത്ത് തട്ടിക്കൊണ്ടു പോയ ആളെ വക്കലിന് സലാമത്താക്കാനും. വയുഹദിറക മിൻ മിൽകിയത്തി മൻ ഇസ്തറഖക, നിന്നെ അടിമയാക്കി വെച്ച അവന്റെ ഉടമയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ. ഫലാ യകൂനുൽ മഖ്ലൂഖിൻ ഫീക നസീബൻ വലാ ശിർകത്തുൻ, ആ അവസരത്തിൽ മഖ്ലൂഖിന് നിന്നിൽ യാതൊരു നസീബോ അവകാശമോ വരാൻ കഴിയില്ല. ഒരൊറ്റ പാർട്ടിക്കാർക്ക് നിന്നെ കൊണ്ടുപോകില്ല. ഫതകൂന സാലിമൻ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി സലീമായി. ഫതസ്ലഹു ലിൽ ഹുദൂറി മഅഹു, ഇതാണ് രണ്ടാമത്തെ വാജിബ്. എല്ലാ പാർട്ടിയും രാജിച്ചൊളിയും. വലിദാ ഖാല, അതുകൊണ്ടാണ് മുസന്നിഫ് പറയുന്നു, മൂന്നാമത്തെ പറയുന്നു, ഉറദാലൈക്കൽ വാദി യുഖ്രിജക മിൻ സിജ്നി വുജൂദിക, നിന്റെ വുജൂദാകുന്ന ജയിലിൽ നിന്ന് നിന്നെ പുറപ്പെടുവിക്കണം. എവിടത്തേക്കില്ല? ഫളായി ശുഹൂദിക, നിന്റെ ശുഹൂദിന്റെ ഫളായിലേക്ക്. ആരെ ശുഹൂദ്? അത് അതിരിയല്ലോ, അള്ളാഹുവിന്റെ അദമത്തിന്റെ ശുഹൂദ്. അപ്പൊ നിന്റെ വുജൂദായ ജയിലിൽ എന്ന് പറഞ്ഞാൽ എന്താ? സിഫാത്തിക്കൽ ഖായിമത്തി ബിക, നിന്നിൽ നിൽക്കുന്ന സിഫാത്തുകൾ. അൽ മാനിയത്തി ലക മിൻ ശുഹൂദി മൗലാക, മൗലാന്റെ ശുഹൂദിനെ തൊട്ട് തടയുന്ന കാര്യങ്ങളാണ്. അതേതുപോലെ കസ്തിജിനിൽ മാനിഇൽ മസ്ജൂനി മിനൽ ഖുറൂജി, ജയിലിലാക്കപ്പെട്ട ഒരാളെ പുറത്തു പോകുന്ന തൊട്ട് തടയാറുള്ളത് പോലെ ഫളാഹു ശുഹൂദാകുന്ന മുറ്റത്തിലേക്ക് പോകാൻ നിന്റെ സിഫാത്ത് തടഞ്ഞു വെച്ച് കളയും. അതുകൊണ്ട് അതിനെ ജയിലിൽ നിന്ന് മൂപ്പറെന്താക്കിയത്? മുശബ്ബഹ് ബിഹീനെ മുശബ്ബഹിലേക്ക് ഇലാഫത്താക്കി പറഞ്ഞത്, സിജിനോട് തശ്ബീഹാക്കിയിട്ട് ശുഹൂദാകുന്ന വിശാലമായ മുറ്റത്തിലേക്ക്. ഏത് ശുഹൂദ്? ശുഹൂദിക്കലിൽ മൗല അശ്ബിഹി ബിൽ ഫളാ, അതാ ഫളായി ശുഹൂദ് എന്ന് പറഞ്ഞാൽ ശുഹൂദിനെ ഫളായിനോട് തശ്ബീഹാക്കി, മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇലാഫത്താക്കി. എന്നിട്ട് അതെന്താണ്? ഫളായിനോട് തശ്ബീഹാക്കാനുള്ള വജ്ഹു ശബ്ബഹ് എന്താണ്? ലിഅദ്മി വുജൂദി ശൈഇൻ യഹൂലു കാനി റുഅയത്തി, ആ ഫളായിൽ തടയാനുള്ള ഒറ്റ വസ്തുവായില്ല, കാഴ്ചയൊന്നും ഒന്നും തടയുന്നില്ലല്ലോ, വളരെ ഉല്ലാസമായിട്ട് വിശാലമായ മൈതാനിയാക്കി വിട്ടല്ലോ. അതാണ് ഖാല ബഅദുഹും, ചില മഹാന്മാർ പറയുന്നു, സിജ്നുക, ഇവിടെ സിജ്ൻ എന്ന് പറഞ്ഞാൽ നഫ്സുക, നിന്റെ നഫ്സ. ഇദാ ഖറജത മിൻഹാ വഖഅത ഫീ റാഹത്തിൽ ലബ്, ആ ജയിലിൽ നിന്ന് നീ കഴിച്ചലായി കഴിഞ്ഞാൽ കാലാകാലമുള്ള റാഹത്തിലേക്ക് നീ എത്തിച്ചേർന്നു. വമുഖ്തദാ ഹാദ തഖ്ദീർ, ഈ തഖ്ദീർ അനുസരിച്ച് ഇത് ഇപ്പൊ മൂന്നായിട്ടാണോ എല്ലാ ഒരു വാരിദിന്റെ 3 ഘട്ടങ്ങളുണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? പഴയ ഒരു വാരിദ്, ആ വാരിദ് തന്നെ മാറി മാറി വരാം, ഉദ്ദേശങ്ങൾ അനുസരിച്ച് മാറുക. അങ്ങനെയാണോ? എല്ലാം 3 ഘട്ടത്തിൽ 3 വാരിദ് വരത്താണോ? മൂപ്പർ കൊണ്ടുപോയത് ഒരൊറ്റ വാരിദിന്റെ 3 സമറത്തുണ്ട് എന്നുള്ള നിലക്കാണ് മൂപ്പർ മത്തിന്റെ കൊണ്ടുവന്നത്, ഷഹീദോട്ടാണ്. നോക്കടാ, ഒരൊറ്റ വാരിദ്. ഔറദ അലൈക്കൽ വാരിദ ലിതകൂന ബിഹി അലൈഹി വാരിദ, ഔറദ അലൈക്കൽ വാരിദ ലിയതസല്ലമക, ഔറദ അലൈക്കൽ വാരിദ ലിയുഖ്രിജക മിൻ ശുഹൂദി വുജൂദിക. അതിലേക്ക് തന്നെ അൽവാരിദ് ഉണ്ട്. ആദ്യ വാരിദ് മുഖ്തദാ ഹാദ തഖ്ദീർ, ഞാനിപ്പം ശറഹ് ചെയ്ത തഖ്ദീർ അനുസരിച്ചുള്ള മുഖ്തദ അന്നൽ വാരിദ വാഹിദുൻ സമറത്തുഹു വാഹിദത്തുൻ, ഒരൊറ്റ വാരിദ് സമറത്തും വാഹിദ്. എന്താ സമറത്താകുള്ളത്? വഹിയ ദുഖൂലു ഫീ ഹദ്റത്തി റബ്ബിന്റെ ഹദ്റത്തിലേക്ക് അടക്കലാണ്. അതിനുള്ള തടസ്സാതെ നീക്കി കൊണ്ടാണിട്ട് ലാസ്റ്റ് അവിടത്തേക്ക് എത്തിച്ചു. വയസിഹു, ഇനി മറ്റൊരു രീതി കൊണ്ടുപോകാം. അയ്യകൂനൽ മാന ഔറദ അലൈക്കൽ വാരിദ ലിതകൂന ബിഹി അലൈക വാരിദൻ മുഖബിലൻ അലൈഹി ബിൽ ഇസ്തിഗാല ബി ത്വാഅതി വൻവാൽ മുജാഹദാതി. അത് ഒന്നാം ഘട്ടം. ഒരുപടി ഫതസ്തഗലു ബിദാലിക മഅ ബഖായിക ബി ഔസാഫി നഫ്സിക വശഹവാതിഹ, ആ അവസരം തന്നെ നിന്റെ നഫ്സിനോടൊപ്പം നീ ബഖാ ഉണ്ടാവും, നഫ്സിന്റെ സിഫാത്തൊന്നും പോയിട്ടുണ്ടാവില്ല. അതുപോലെ ഈ ഇഖ്ലാസ് ഇല്ലായ്മയെ ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലുള്ള ഷഹവാത്തുകളും വിവാദത്തിലുണ്ടാകും. അപ്പോൾ അല്ലാഹു തആല രണ്ടാമതൊരു മിന്നത്ത് ചെയ്യുന്നത്, നീ ഇങ്ങനെ ആക്കിയാൽ പോരാ, അതും കൂടി വൃത്തിയാണോ. അപ്പൊ ഫയരിദു അലൈക വാരിദുൻ ആഖർ, അപ്പൊ രണ്ടാമത്തൊരു വാരിദിലേക്ക് വരും. ലിയുഖല്ലിസക മിൻ ദാലിക, ആ പറയപ്പെട്ട പോരായ്മയിൽ നിന്ന് നിന്നെ കഴിച്ചലാക്കാൻ. വയഹ്സുനു ലക്കൽ ഇഖ്ലാസ്, അപ്പോഴാണ് ഇഖ്ലാസ് കിട്ടൽ. അപ്പൊ സമറത്ത് മാറിയുണ്ട്. നേരത്തെ വെറും ഇസ്തിഗാല കൊണ്ട് മാത്രമാണ്, രണ്ടാമത്തതോ ഇഖ്ലാസ് ഉണ്ടാക്കാൻ മതി. ഫൈദാ ഹസന ലക, അങ്ങനെ ഇഖ്ലാസോടുകൂടി അമലിങ്ങനെ വരുമ്പോൾ തന്നെ റുബ്ബമാ തർക്കനു ഇലൈഹി വതഅതമദു അലൈഹി ഫീ ഖബൂലി അമാലിക വസൂലിക ബിഹ ഇലാ ഹദ്റത്തി ഖുർബിഹി,
ഈ അമലിലേക്കായിരിക്കും നീ ചായുന്നത്. നീ അതിന്റെ നേർത്തിമാതും ചെയ്തു. റബ്ബിന്റെ ഹദറത്തിലേക്കുള്ള ഖുർബിന് അത് പര്യാപ്തമാണ് എന്ന് നീക്ക് തോന്നും. വദാലിക ബാത്തിലൻ, ആ തോന്നല് ബാത്തിലാണ്. അവഫയരിതു അലൈക വാരിദുൻ സാരിസുൻ, അപ്പൊ മൂന്നാമത്തൊരു വാരിദ് ഇങ്ങോട്ട് വരുമ്പോൾ തഗീവ ബിഹി റൂയത്തി നഫ്സിക, നിന്റെ നഫ്സിന്റെ റൂയത്തിൽ നിന്നില്ലാണ്ടായിക്കും. നഫ്സിന്റെ റൂയത്ത് പോയാൽ നഫ്സിന്റെ അമാലും പോയല്ലോ. അപ്പോൾ നിന്റെ സിർറ് കൊണ്ട് നിന്റെ മോരനെ മുശാഹദാകും. ആ കണക്ക് പ്രകാരമാണെങ്കിൽ 3 ഘട്ടത്തിലായിട്ട് 3 വാരിദ് വരുന്നു. 3 ഉദ്ദേശത്തിനാണ് വരിക എന്നിപ്പോ വന്നത്. നോക്കടാ, ഇനി പറയാൻ പോകുന്നത് സുമ്മഖാല അൽ അൻവാറു മതായൽ ഖുലൂബി വൽ അസ്റാർ. അൽ അൻവാറു മതായൽ ഖുലൂബി വൽ അസ്റാർ. അൽ അൻവാറു എന്ന് പറഞ്ഞ ഇറാനിയ അൻവാറ ഉദ്ദേശിക്കുന്നു. അല്ലത്തി തരിദു അലാ ഖൽബിൽ മുരീദ് മിൻ ഹദ്റത്തി, റബ്ബിന്റെ ഹദ്റത്തിൽ നിന്ന് മുരീദിന്റെ കൽബിലേക്ക് വാരിദാകുന്ന ഇലാഹിയായ അൻവാറാണ്. വതഹസ്സുലു ഗാലിബൻ, അത് ഗാലിബിലും കിട്ടാറുള്ളത് മിനൽ അദ്കാരി വറിയാദാത്തിൽ കൂടിയാണ്. ഗാലിബ് എല്ലാണ്ടും കിട്ടുന്നുണ്ട്. താരിഹ്യങ്ങൾ ഒരുമിച്ച് കൊടുത്ത ആ മജ്ലിസിൽ വെറുതെ പോയിരുന്നാലും ചിലപ്പോൾ അൻവാർ കിട്ടി നേരം. പക്ഷെ അത് ഗാലിബിനെതിരാണ്. അപ്പൊ അത് തിരിമേലൊക്കെ മാറുകയും ചെയ്യുമല്ലോ. അല്ലേ, ഹദ്റത്ത് റളിയല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ ഹദ്റത്തിൽ ഇരിക്കുമ്പോഴുള്ള അവസ്ഥയിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ ലസാഫഹത്തുക്കുമുൽ മലായിക, മലക്ക് വന്നിട്ട് മുസാഫഹ ചെയ്യും. അവിടെ വേറെ മുജാദി ഒന്നുമില്ലല്ലോ, തങ്ങളുടെ ഹദ്റത്തിൽ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേക ഒരു അൻവാർ വരാനുണ്ട്. പക്ഷെ അത് സ്ഥലത്തുനിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പുറക്കിലേക്ക് ഇങ്ങ് വരും. അത് ഞാൻ ഗാലിബൻ എന്ന് കൈ കൊടുക്കുന്നു. അത് ആ അൻവാറ് മതായൽ ഖുലൂബ്, കൽബുകൾക്കുള്ള വാഹനങ്ങളാണെന്നാ പറയും. അതേത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു അൻവാർ ഇട്ടാളിട്ട് ഈ വാഹനപ്പുറത്ത് കയറി ഇങ്ങോട്ട് വാഹനം പറഞ്ഞ മാതിരി മത്തുലൂബിഹ, ഖുലൂബുകൾക്ക് ചില മത്തുലൂബുണ്ട്. ആ മത്തുലൂബിലേക്ക് അത് ചേർക്കും ആ വാഹനം. അല്ലത്തി, എങ്ങനെയുള്ള മത്തുലൂബാണ് ഈ മുതവജ്ജിഹത്തുല്ലഹു, ആ മത്തുലൂബിലേക്കാണ് ഖുലൂബുകൾ തവജ്ജുഹായിട്ടുള്ളത്. അതേതാ റബ്ബി, റബ്ബിന്റെ ഹദ്റത്തിലേക്കുള്ള ദുഖൂലാണ്. വൽ ഖുർബ് മിൻഹു ആണ്. കതൗസീൽ, അത് ഖുലൂബുകൾക്കുള്ള വാഹനത്തിനോട് തശ്ബീഹാക്കിയില്ല ഈ അൻവാറിനാ, അല്ലേ? അതെന്തുകൊണ്ടാണ്? തൗസീലിൽ മസയ്യത്തി റാക്കിബഹ ഇലാ മത്ലൂബിഹി, ഒരു വാഹനപ്പുറത്ത് കയറിയ ഒരാളെ അദ്ദേഹത്തിന്റെ മത്ലൂബിലേക്ക് എത്തിക്കാറുള്ളത് പോലെ. അതുകൊണ്ടാണ് അസ്റാറിന്റെയും മത്തായകളാണ്, ഖുലൂബിന്റെയും അസ്റാറിന്റെയും. ഖുലൂബിന്റെയും അപ്പുറ ആഴത്തിലുള്ളതാണ് അസ്റാർ. അതാ മത്തായൽ അസ്റാറുമാണ് അയ്യൻ. ഇതുപോലെ ഖുലൂബുകൾക്ക് പോലെ തന്നെ അത് ജംഉ സിർറാണ്. സിർറെന്ന് പറഞ്ഞാൽ എന്താ? വഹുവ ബാത്തിനുൽ ഖൽബി, കൽബിന്റെ ബാത്തിനാണ് ഇത് അസ്റാർ എന്ന് പറഞ്ഞ സാധനം, കൽബിന്റെ ഉള്ള്. ഹിന്ദ സോഫിയത്തിനടുക്കൽ. അപ്പൊ അവിടെ ചിലർ അർത്ഥം വെച്ചു പോലും ഖുലൂബ് എന്ന് പറഞ്ഞാൽ അസ്റാർ എന്ന് പറഞ്ഞാൽ കൽബിന്റെ കണ്ണാണ് എന്നൊക്കെ അർത്ഥം വെച്ചാലുണ്ട്. അതാ പറയുന്നത് വലൽ സിഫാത്ത് ലിമൻ ജഅലഹു ഐനൽ ഖൽബി, കൽബിനുള്ള കണ്ണാണ് ഈ അസ്റാർ എന്ന് അർത്ഥം വെച്ചാലുണ്ട്. അവർക്കെതിരായിട്ടാണ് ഇവ പറയുന്നത്. അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റൂല. ഇത് അല്ല, കൽബിന്റെ കണ്ണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന കൽബിന്റെ കണ്ണ് മറ്റേ ഖുലൂബിന്റെ പറഞ്ഞില്ല. മറ്റാകുമ്പോ അതിനും രണ്ടും മുത്തകയായി പോയില്ലേ? അതെ അതെ. ഖിലാഫ് ഇസ്തലാഹ്, പക്ഷേ കണ്ടെന്നത് കാണുന്നില്ല. ഖിലാഫ് ഇസ്തലാഹി, സൂഫിയത്തിന് ഇസ്തലാഹിനെതിരായി പോകണ്ടാണ്. ഇസ്തലാഹിനെതിരായത് കൊണ്ടാണ്. ഇസ്തലാഹ് ഓർമ്മ തന്നെ പോണല്ലോ. ഞാൻ അടുത്തൂർന്നു അന്നൂറ് ജുന്ദുൽ കൽബി കമാ അന്നദുൽ മത ജുന്ദുൽ നഫ്സി. ഇനി മനുഷ്യനിലുള്ള എന്തൊക്കെയുണ്ട്? കൽബുണ്ട്, നഫ്സുണ്ട്, സിർറുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇതല്ലേ? അപ്പോൾ ഈ അൻവാറുകൾ എന്നുള്ളത് കൽബിന്റെ ജുണ്ടാണ്. കൽബുമായിട്ടാണ് അതിന്റെ ബന്ധം. നമ്മൾ പണ്ട് കണ്ണൂർ ക്ലാസ്സിൽ ഇത്തരം വെച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നഫ്സിന്റെ ജുന്താണ് ദുൽമത്ത് ഓരോന്നിനും. അപ്പൊ നഫ്സും കൽബും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമാണ്. ഏതുപോലെ? നൂറും ദുൽമത്തും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെ നൂറും ദുൽമത്തും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെ നഫ്സിന്റെ താല്പര്യങ്ങളും കൽബിന്റെ താല്പര്യം രണ്ടും രണ്ടായിട്ടാ പോകുക. അതാ അന്നൂറ് ജുന്ദുൽ കൽബി കൽബ് എങ്ങോട്ടാണോ ലക്ഷ്യം വെക്കുന്നത് അവിടത്തേക്കും വയത്തവജ്ജഹീനെ എങ്ങോട്ടാണോ തവജ്ജുഹാകുന്നതും ബഹുവ ഹദറത്തുൽ ഖൽബാണ്. ഏതുപോലെ അവിടെ ജുന്ദ് എന്ന് പ്രയോഗിച്ചില്ലേ?
നേരത്തെ മത്തായാന്ന് പ്രയോഗിച്ചതിന് പറഞ്ഞെന്താ, വാഹനം പുറത്ത് കയറിയ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന കാരണം പറഞ്ഞിട്ടാണ്. ഇവിടെ ജുന്ത് എന്ന് പറയാൻ കാരണം പട്ടണത്തർക്കല്ല ജുന്ത് എന്ന് പറയുന്നത്. അപ്പോൾ കൽബിന്റെ ജുന്ത് എന്ന് പറഞ്ഞാൽ കൽബിനെ ഒരു അമീറിനോട് തസ്ബീഹാക്കി. അപ്പൊ അദ്ദേഹത്തിന് എന്ത് വേണം, ഒരു പാർട്ടിക്കാർ വേണം അദ്ദേഹത്തിനെ സഹായിക്കാൻ, അദ്ദേഹത്തിനെ വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ. അതാ കമായത്തവസ്ഥയിൽ അമീർ ബി ജുന്ദിഹിലാമ യക്സിദുഹു. ഒരു അമീർ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താറുണ്ട് ജുന്തു മുഖേന. ആ ലക്ഷ്യം എന്താണ്, മീൻ ഗലബത്തി അതുബിഹി, അതുബിനെ മറികടക്കലാണ്. അത് മഹാദ മുസ്തഫാദും മിമ്മ ഖബലഹു. യഥാർത്ഥത്തിൽ ഇത് മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ഇത് അൽ അൻവാറു മതായൽ ഖുലൂബ് എന്ന് വേറോ തസ്ബീഹിൽ കൂടി പറഞ്ഞത് തന്നെയാണ് അന്നൂറ് ജുന്ദുൽ ഖൽബി എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ബഹുവചനാക്കി ഇവിടെ മുഫറദാക്കിന്റെ വ്യത്യാസമുള്ളൂ. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അത് എന്തിനാ പറഞ്ഞത്, വൈന്നമ അസാബിഹി, അത് കൊണ്ടുവന്നത് സൗത്തിയത്തല്ലി കൗലി കമാ അന്ന ദുൽമത ജുന്ദുൻ നഫ്സ് എന്ന് പറയാൻ വേണ്ടി മുക്കാബിലെ തുടരാനാണ്. നഫ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിന് ജുന്തുണ്ട്, ആ ജുന്താണ് ദുൽമത്ത് എന്ന് മറ്റേന്റെ മുക്കാബലി പറയാൻ വേണ്ടി മുപ്പറൻ ആവർത്തിക്കുന്നേ ഉള്ളൂ. സാധനം ഒന്നാണ് തത്തവസ്സറ ബിഹ. നഫ്സ് ഈ ദുൽമത്ത് ഉപയോഗിച്ചാണ് ഇതാ മക്സൂദിലേക്കെല്ലാം കയറല്. ഏതാ വഹുവ ശഹവാത്ത് അഗ്റാദുൽ ആജിലത്താണ്. അപ്പൊ വമാദാൽ ഹർബ് വാഖിഅൻ ബൈനൽ ഖൽബി വൻ നഫ്സി, കൽബിന്റെയും നഫ്സിന്റെ ഇടയിൽ പരസ്പര വൈരുദ്ധ്യമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ദുൽമാത്തും നൂറും തമ്മിലുള്ള യുദ്ധം അല്ലേ. അപ്പൊ അബ്ദിനെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല വേണ്ടത് വെച്ചാൽ എന്താ ചെയ്യല്, ജുനൂദൽ അൻവാർ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ബദർ യുദ്ധത്തിൽ മലായിക്കത്തിന് ഇറക്കിയ മാതിരി അസ്ഹാബിമാർ അങ്ങനെ സഹായിക്കാൻ തുടങ്ങി. 5000 മലക്കിനെ അർപ്പിച്ചു. അതെന്നെ ഇവിടെ നടക്കുന്നു, ബദർ യുദ്ധം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ അസ്ഹാബിമാരുടെ പാതയിൽ തങ്ങൾ ഇത്തിബാഅ് ചെയ്ത് തങ്ങളുടെ നിലയ്ക്ക് കൂടിയാകുമ്പോ ബദരീങ്ങളെ സഹായിച്ച അതേ കോളം തന്നെ അബദിനെ സഹായിക്കാൻ ഇവിടെ ആർക്കെതിരാ സഹായിക്കേണ്ടത്, മറ്റേ അബൂജഹലിനെതിരെയാണെങ്കിൽ ഇവിടെ നഫ്സിനെതിരെയാണ് സഹായിക്കേണ്ടത്. അതിനെ ഷഹവാത്തിനെ പറിച്ചിടാൻ വേണ്ടി. അമദ്ദഹു, കൽബിനെ അല്ലാഹു ഇംദാദ് ചെയ്യും. അമദ്ദ കൽബഹു ജുനൂദിൽ അൻവാർ, അൻവാറുകളാകുന്ന ജുനൂദിൽ ഉപയോഗിച്ചിട്ട് ശക്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അർത്ഥം മതി. ജുനൂദിൽ അൻവാർ എന്ന് പറഞ്ഞാൽ അൻവാർ തന്നെയാണ് ജുനൂദ്. ഖിലാഫത്ത് ബയാനിയാണ്. ബി ജുനൂദിൻ ഹിയൽ അൻവാറു, അവർ ഇലാഫത്ത് എന്തായി, ബയാനിയൽ. ഔ ബിൽ അൻവാരി ശബീഹത്തി ബിൽ ജുനൂദ്, അങ്ങനെയാക്കാം. അങ്ങനെ എന്താകും, മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇലാഫത്തായി, ജുനൂദിനോട് തശ്ബീഹാക്കപ്പെട്ട അൻവാർ. അപ്പൊ അൻവാറുകളാകുന്ന പട്ടാളത്തിനെ കണ്ട് ഇറക്കിയിട്ട് ആരെ സഹായിക്കും, കൽബിന്റെ ഭാഗം സഹായിക്കും. ഫഇന്നഹാ ഇദാ ഹസലത് ലഹു അദ്റക ബിഹാ, ആ അൻവാറുകൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുഖേന നബിന് കിട്ടും അള്ളാഹുവിലേക്കുള്ള വസൂലിനെ തൊട്ട് തടയുന്ന ഷഹവാത്ത് എത്രമാത്രം മോശമാണ് എന്നവന് പിടുത്തം കിട്ടും. അപ്പൊ ശത്രുവിന്റെ തന്ത്രാൻ പിടുത്തം കിട്ടിയില്ലായി. മാത്രമല്ല അത് ഒരു ഭാഗം ശക്തി കൂട്ടിയതല്ലേ, മറ്റു ഭാഗം ശക്തി പിൻവലിക്കലാണ്. മറ്റു ശൈത്താന്മാരുടെ ഓടിയില്ലേ, ഇനി മാലാത്തറവനെന്നും പറഞ്ഞിട്ട് അബൂജഹൽ മറ്റേ യാത്ര വന്നല്ലോ ഒരു ഇഹ്ലീസ്. അതന്നെ അഹയാറിന്റെയും ദുൽമാത്തിന്റെയും ദുൽമത്തിന്റെയും മദദിനെ അല്ലാഹു തആല മുറിച്ചു കളയുകയും ചെയ്യും. ഐ മദദൻ ഹുവൽ ദുൽമു വൽ അഹയാർ വഹുമ ബിമാനം വാഹിദിൻ. അത് പ്രാസൊക്കാൻ വേണ്ടിയിട്ടാണ് ബിജുനൂദിൽ അൻവാർ മദദൻ ദുലമി വൽ അഹയാർ എന്നൊക്കെ രണ്ടൊന്നാം. ഇനി ഇതിന്റെ അക്സ് വരണ്ടെന്ന്, ഇതിന്റെ ഫൈദാറാദല്ലാഹു അൻയൻസുറാബുദഹുവിന്റെ മഫ്ഹൂം വരണേ. അല്ല ഫൈദാറാദ ഖിദ്ലാനഹു, അല്ലാഹു തആല ഖിദ്ലാനാക്കാനാണ് ഉസ്താൻ ഉദ്ദേശിച്ചതെങ്കിൽ ഫഅലൽ അക്സി മിൻ ദാലിക, കാര്യം നേരെ തിരിച്ചായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഖുലൂബിന്റെ ഭാഗത്തുള്ള ജുന്ദാകുന്ന അൻവാറിനെ പിൻവലിച്ചിട്ട് നഫ്സിന്റെ ഭാഗത്തുള്ള ളുലുമാത്തിനെ വിട്ടുകൊടുക്കലാണ്. അപ്പോൾ ഒരു കൽബ് സാലിഹ അമലിലേക്ക് ചാഞ്ഞെന്ന് വെക്കാം. ഉദാഹരണ സൗമ്യ അതിൽ നാളെ നോക്കണം. അപ്പൊ മാലത്തിൻ നഫ്സില ഷഹ്വത്തിൻ, ഷഹ്വത്തിലേക്കാണ് നഫ്സ് ചാഞ്ഞത്. കൽബിൽ നാളെ കത്തലടക്കണോ, അത് നാളെ നോക്കണം, നാളെ കത്തലടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കാം. അവിടെ എന്താക്കും, പരസ്പരം വൈരുദ്ധ്യമായി യുദ്ധം തുടങ്ങി. കത്തല് വേണോ നോമ്പ് വേണോ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വക്കൽ നിന്നുണ്ടാകുന്ന നൂറിത ഓടി വരുന്നു. വറഹ്മത്തുഹു, അത് ഓടി വരുന്നു. ഇലാ നുസ്റത്തിൽ ഖൽബി,
അതാ കൽബിന്റെ സഹായത്തിലേക്ക് വന്നുൽ മതില നുസ്റത്തിൻ നഫ്സിലേക്കും പാഞ്ഞു വന്നു. അങ്ങനെ വരുമ്പോ എന്തൽക്കായി സഫൈനി രണ്ട് സഫം തമ്മിൽ ഏറ്റുമുട്ടി. രണ്ട് ജുന്തിന്റെ ഇടയിലും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബദിന്റെ രക്ഷാമാർഗമില്ല ഇല്ല അള്ളാഹുലേക്ക് ഓടിമറയലല്ലാതെ അള്ളാഹുടെ മേൽ തവക്കുലാക്കലും അല്ലാതെ രക്ഷയില്ല ഈ യുദ്ധക്കളത്തിൽ സലാമത്താകാൻ. വഹാക്കഥ ഇത് ഒരു ഉദാഹരണമാണ്. ഏത് സൗമകത് ഇതുപോലെ തന്നെ എടുത്തോളാം. ഫീകുല്ലി അമലി സാലിഹിൻ സാലിഹായ ഏത് അമല് വരുമ്പോഴാണ് ഏറ്റുമുട്ടലും കിട്ടിയത്. ഇലാ അൻ യസില ഇലല്ലാഹി തആല അവൻ അള്ളാഹുവിലേക്ക് വസൂലാകുന്നത് വരെ ഈ സമരം തുറന്നുകൊണ്ടേയിരിക്കും ഓരോ ജുസിയായ അമലുകളിലും. അപ്പോൾ ഓരോ അമലിലും ഇവിടെ നഫ്സ് പരാജയപ്പെട്ട് ഇങ്ങനെ പോയിക്കൊടുക്കുമ്പോ നഫ്സിന്റെ പിന്നെ പച്ച തോൽവിയിലുണ്ടാകും. അപ്പൊ നഫ്സിന്റെ ഹുക്കുമേ പോയി. അത് പച്ച കീഴ്പ്പെടുത്തപ്പെട്ട് തോറ്റ് പണിച്ചായ സാധനമായി. ഇതവിടെ തീർന്നു. ഈ 100 മാസോ വെറുവിനനുസരിച്ചാണ് എന്തായാലും കൽബിന്റെ പരിവർത്തനം ഉണ്ടായത്. കൽബിന്റെ പരിവർത്തനം അനുസരിച്ചാണ് കൈകാലുകൾ ചലിക്കുന്നത്. അതിനെ മോശം കൺട്രോളിങ്ങിനെ വരും. അതാ അന്നൂറു ലഹുൽ കശ്ഫു വൽ ബസീറത്തു ലഹൽ ഹുക്മു വൽ ഖൽബു ലഹുൽ ഇഖ്ബാലു വൽ ഇദ്ബാർ. ثم قال النور الذي يقيمه الله تعالى على قلب المريد. മുരീദിന്റെ കൽബിന്റെ മേലിൽ അല്ലാഹു തആല ചെറിഞ്ഞു കൊടുക്കുന്ന നൂറ് ലഹുൽ കശ്ഫു, അതിനാണ് കശ്ഫുഡ്. കശ്ഫിന്റെ ഉത്തരവാദിത്തം അതിനാണ്. കാര്യം എന്താണ് വ്യക്തമാക്കി തരിക. ഇത് ഹക്ക്, ഇത് ബാത്തില്, ചെയ്യേണ്ട വഴി ഇത് നല്ലത്, ഇതിൽ കൂടി പോയിക്കോ. ഈ കശ്ഫുൽ മആനി വൽ മുഗയ്യബാത്തി കഹുസ്നി ത്വാഅത്തി വഖബിഹിൽ മഅസിയത്ത്. ഉദാഹരണം, മഅസിയത്തിന്റെ കുബുഹുണ്ട് എന്നും താഅത്തിന് ഹുസ്നുണ്ടെന്നും കാണിക്കൽ അതിന്റെ ആ അവസ്ഥ കാണിച്ചേക്കാണല്ലോ. വൽ ബസീറത്തു ബസീറത്തോ അല്ലത്തിഹ നാദിറത്തുൽ കൽബ്, കൽബിന്റെ ഉള്ളിലുള്ള കാഴ്ചകളുടെ ബസീറത്ത് മുമ്പ് പറഞ്ഞത്, അതിന് ഹുക്കുമുണ്ട്. ഹുക്കുമെന്ന് വെച്ചാൽ ആ ഇദ്റാഖു ദാലിക, അതിന് ഇദ്റാഖ് മറ്റേ കശ്ഫ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ അത് ഇദ്റാഖ് ചെയ്ത് വിളിച്ചു നോക്കുന്നതാരാ? ബസീറത്താണ്. കമാലായിന് ഇദ്റാഖുൽ ബസറിൽ മഹസൂസാത്ത്, മഹസൂസായ ഈ സാധനം ഉണ്ടല്ലോ പുറമേ കാണുന്ന ഈ സാധനം നമ്മൾ കണ്ടുകൊണ്ട് ഇദ്റാഖ് ചെയ്യണമെങ്കിൽ അതിൽ ലൈറ്റ് അടിച്ചു തരണം. ഇങ്ങനെ എന്ന് പറഞ്ഞ മാതിരി ആ വസ്തുവിന്റെ മേൽ അള്ളാഹുവിന്റെ നൂറ് ചൊരിയാത്ത കാലത്തോളം ബസീറത്തിന് ഇദ്റാഖ് ചെയ്യാൻ സാധിക്കില്ല. ഇല്ലാ ബിൽ അൻവാരിൽ ലാഹിറത്തി, ലാഹിറത്തായ അൻവാർ ഇല്ലാതെ കണ്ട് മഹസൂസാത്തിന് എന്താക്കാൻ കഴിയില്ല? ബസർ ഇദ്റാഖ് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ ലാഹിറായ അൻവാർ കത്തിറാജും വശംസിൻ, ഒന്നിക്ക് വളക്കോ സൂര്യപ്രകാശം എന്തോ ആയിക്കോട്ടെ എന്നതുപോലെ ലാ യുംകിൻ ഇദ്റാഖുൽ ബസീറത്തി, ബസീറത്താകുന്ന ആ കണ്ണിന് ഇദ്റാഖ് ചെയ്യാൻ കഴിയൂല. ലിശൈഇൻ മിനൽ മഹാനി, മഹാനിപ്പെട്ട ഷൈനയും ഇല്ലാ ബിൽ അൻവാരിൽ ബാത്തിനിയ, മറ്റേ ലൈറ്റടിക്കാണ്ടാവൂല. ഇതൊക്കെ നമുക്ക് അന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഉദാഹരണമുണ്ടല്ലോ കൽബ്. വൽ കൽബു ലഹുൽ ഇഖ്ബാലു വൽ ഇദ്ബാർ. കൽബിനെന്താ പണി? ഒന്നിക്ക് ലിഖ്ബാൽ, ഇങ്ങനെ ഇദ്ബാർ. ഇഖ്ബാലാകുമ്പോൾ മുന്നോട്ട് നീക്കാം, അല്ലെങ്കിൽ ബേക്കോട്ട് വലിക്കും. അപ്പം പ്രസ്തുൽ താഅത്ത് കിട്ടിക്കഴിഞ്ഞാൽ കൽബിൽ ഇഖ്ബാൽ ഇങ്ങോട്ട് വരും. കൊമ്പുഹൽ മാസിയത്ത് വരുമ്പോൾ ഇദ്ബാർ ഇങ്ങോട്ട് വരും. കടിഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വിളിച്ചു വലിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ഇനി അംഗങ്ങൾ ചലിച്ചോളും. അത് അലാമാ കുശിഫലിൽ ബസീറത്തിന് കശ്ഫ് ചെയ്യപ്പെട്ട എന്താണോ അതനുസരിച്ച്. ഫൈദാ കുശിഫല അൻ ഹുസ്നി ത്വാഅത്തി വഖബുഹുൽ മാസിയത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ ലഫ്ന് എത്ര മുർത്തവാക്കണം. ഇത് ഹുസ്നുൽ താഅത്തിലേക്ക് ചേർത്തിട്ടാണ് ഇഖ്ബാൽ എന്ന് പറഞ്ഞത്. കൊബുഹൽ മാസിയത്തിലേക്ക് ചേർത്തതാണ് ഇദ്ബാർ എന്ന് പറഞ്ഞത്. അത് അക്ബർ അൽ കൽബു അല ത്വാഅത്തി വഅഹബ്ബഹ, താഅത്ത് പ്രിയങ്കരമായി മാറി അതിലേക്ക് ഇഖ്ബാൽ ചെയ്യും. ഫതത്ബഹുൽ ജവാരിഹ, അതിന് പിന്നാലെ കൂടും അംഗങ്ങൾ. വഅദ്ബറ, ഏത് ഇദ്ബാർ എന്ന് പറഞ്ഞത്. വഅദ്ബറ അനിൽ മഅസിയത്തിനെ തൊട്ട് അത് പിന്തിരിയും. ഫലാ തതലബ്ബസു ബിഹിൽ ജവാരിഹു, അതിനോട് ബന്ധപ്പെടുകയും ചെയ്യില്ല. അതാ ഇദ്ബാർ. ഹാദാ, ഇപ്രകാരം അത് അർത്ഥം വെച്ചു എന്നാണ് പറയുന്നു. ഇനി വയഹത്തമിലു അന്നൽ മാന, ഇനി മുസന്നിഫിന്റെ മത്തിന് വേറൊരു മാനുണ്ട്. അന്നൻ നൂറ ലഹുൽ കശ്ഫ് അനിൽ മുഗയ്യബാത്ത്, നൂറിന് എന്താ പണി? മുഗയ്യബാത്തിനെ തൊട്ടുള്ള കശ്ഫാണ്. അസ്റാറുൽ ഖദ്ർ തുടങ്ങിയ മുഗയ്യബാത്ത് എല്ലാം കശ്ഫ് ചെയ്ത് കാണിക്കല. വഅന്നഹു യഹ്സുലു ഫിൽ ആലമി കദാ, ആലമിൽ ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കലാണ്. വൽ ബസീറത്തു,
ബസീറത്തിന് ലഹൽ ഹുക്കുമോ എന്ന് പറഞ്ഞ ഇദ്റാഖു ദാലിക, ആ ഹുക്കുമിനെ ഇദ്റാഖ് ചെയ്യലാണ് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട്. സുമ്മ ഹാദൽ കശ്ഫു ഇദ്റാഖു, പിന്നെ ഈ കശ്ഫും ഇദ്റാഖുണ്ടല്ലോ, ഏത് കശ്ഫ്? 100 കൊണ്ടുണ്ടായ കശ്ഫും അതിനെ തുടർന്ന് ബസീറത്തിനുണ്ടായ ഇദ്റാഖും കണ്ടല്ലേ പറഞ്ഞത്. അത് കതിലായക്കൂനാനി താമന്, ചിലപ്പോ അത് സമ്പൂർണമാകൂല, ഒരല്പം മാത്രം തുറന്ന് മതിയായി പോകും. അതാ അപ്പൊ അങ്ങനെ വരുമ്പോ ഗൈറു താമായാല് സ്വയംബകയിൽ മുക്കാശി, ഈ കശ്ഫ് നൽകപ്പെട്ട അബുദിന്റെ കടമ എന്താണെന്നറിയോ? കശ്ഫിന് അവിടെ കുറച്ച് ഉറച്ചിരിക്കണം, ഇത് പ്രഖ്യാപിക്കാനായിട്ടില്ല. കൃത്യമായി തന്നെ അത് പ്രഖ്യാപനം പാടില്ല. വലായാമലം മുക്തലാഹു, അവന് കശ്ഫ് ചെയ്യപ്പെട്ട മുക്തല അനുസരിച്ച് അമലിലേക്ക് പെട്ടെന്ന് അജരത്ത് കാട്ടാൻ പാടില്ല. മാത്രമല്ല കൽബിനോട് ചോദിച്ച് പ്രഖ്യാപിക്കണമോ വേണ്ടയോ എന്ന് കിട്ടിയിട്ടില്ലാണ്ട് ഇഖ്ബാർ ചെയ്യാനും പാടില്ല. ആ കൽബ് ഇമ്മാ യുഖ്ബിര വഇമ്മാ യുദ്ബിറ, അത് ഇഖ്ബാലാക്കണമോ, അത് പുറത്ത് പറയിലേക്ക് ഇഖ്ബാലാക്കണമോ, അല്ല അത് പിൻവലിക്കണമോ. വലിത, ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് തജിദു ബഅദൽ ഔലിയ യുഖ്ബിറു അൻ ഉമൂരിൻ ലാ തഖറു, ഔലിയാക്കളിൽപ്പെട്ട ചിലരെന്താക്കുന്നറിയോ, ചില ഉമൂറിനൊക്കെ ഇഖ്ബാർ ചെയ്യും, പക്ഷെ പറഞ്ഞ പോലെ നടന്നിട്ടുണ്ടാവില്ല. അത് അപൂർണമായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രഖ്യാപിച്ചു. അതിന് പിന്നിൽ വല്ല ഷർത്തുകളും വരാനുണ്ടോ, വല്ല വാണിയ തീരാനുണ്ടോ, ഒന്നും ചിന്തിക്കാണ്ടാണ് പ്രഖ്യാപിച്ചു. അത് മുമ്പ് പറഞ്ഞ മാതിരി വേണ്ടില്ലേ, ആവശ്യത്തിൽ തന്നെ അതുമുൽ മൗഹൂദി വൈൻ തായ്യന സമ്മനുഹു എന്ന് പറഞ്ഞില്ലേ. അതെന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഒതാലക്കലി അതിന് തസബത്തി കശ്ഫില് ആഴത്തിൽ ഞാൻ തസബുത്താക്കി എന്റെ വീണ്ടും വിചാരം നടത്താത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു മരിയുണ്ട്. അല്ല, ചിലപ്പോ ഓരോ ഭാഗം കൊണ്ട് പ്രവചിച്ചളിയിലുണ്ടല്ലോ, ഇന്നതാകുന്നു, ചിലപ്പോ ആ പറഞ്ഞ പോലെ ആവില്ല. അതൊന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ത്, ആഴത്ത് വന്നാൽ സന്തോഷമുണ്ടാകും, മസിയത്ത് വന്നു കഴിഞ്ഞാൽ ദുഃഖമുണ്ടാകാൻ ഈമാന്റെ ലക്ഷണമാണ്, ഹയാത്തുള്ള കൽബി ലക്ഷണമെന്നല്ലേ. പക്ഷെ ആ സന്തോഷിക്കണം വേണം, പക്ഷെ സന്തോഷത്തിന്റെ ജിഹത്ത് നോക്കാനുണ്ടെന്ന് പറയും. ഞാൻ ചെയ്തതാണ് എന്നുള്ള സന്തോഷമല്ല, ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല എനിക്ക് തൗഫീഖ് ചെയ്തു എന്നുള്ള നിലക്ക് അതിനെപ്പറ്റി സന്തോഷിക്കണം എന്നാ പറയും. അതിനുവേണ്ടിയാണല്ലോ അള്ളാഹ് എന്നെ ഹൈലാക്കിയത് എന്നുള്ള നിലക്ക്. അപ്പൊ അള്ളാഹുവിന്റെ പേരിന് വേണ്ടി സന്തോഷിക്കുക എന്ന് മാത്രം. അതാ പറയുന്നത് ത്വാഅത്ത് നിന്നെ സന്തോഷത്തിലാക്കരുത്. എന്തിനു വേണ്ടി സന്തോഷിക്കല്? ലി അന്നഹ ബറകത്തുൻ മിൻക, ആ ത്വാഅത്ത് നിന്നിൽ നിന്നാണ് ഉണ്ടായത് എന്ന കാരണം വെച്ചുകൊണ്ടുള്ള സന്തോഷം പാടില്ല. അപ്പൊ ലി അന്നഹ താരിയിൽ എടുത്തേക്കാന്ന് മംഫിയിലേക്കാ പോകുന്നു, നഫിയിലേക്കല്ല മംഫിയിലേക്കാണ്. എന്താ കാര്യം നോക്കുന്നു? ലാത്തുഫദ്ദിഹല്ല നഫി, അങ്ങനെ രണ്ടും പൈക്കല്ല. അഫ്രാഹ സാധാരണ വരണ്ട, ഫർറഹ ഇഫദ്ദിഹല്ലേ അറിയില്ല. സാധാരണ ഫർറഹ ഇഫദ്ദിഹല്ല, ഫദ്ദിഹന്ന ബിൽഹന, ഫർറഹ ഇഫദ്ദിഹു തഫ്രീഹ്. ഇഫ്രാഹ പറയുന്നുണ്ടാ? അപ്പോ ലാത്തുഫദ്ദിഹിന്റെ മംഫിയാണ് ഇത് ഫറഹ്. ആ ഫറഹിനാണ് ത്വാഅത്തുകൾ നിന്റെ പക്കൽ നിന്നുണ്ടായത് എന്ന ഭാഗത്തിൽ കൂടിയുള്ള ഫറഹ് വേണ്ടെന്നാ പറയും. അപ്പൊ ലിയന്നാന്റെ ഗണിയത്തേക്കാണ് മംഫിയിലേക്കാ പോകുന്നത്. ഐ മിൻ ഹൈസു സുറൂറുഹ അൻക ബിഖ്തിയാരിക വഹൗലിക വഖുവ്വതിക, നിന്റെ ഹൗല് കൊണ്ടും കുവ്വത്തുകൊണ്ടും ഇഖ്തിയാർ കൊണ്ടും അതുണ്ടായി തീർന്നു എന്ന ഹൈസത്തിൽ കൂടി സന്തോഷം പാടില്ല എന്ന് പറഞ്ഞിരുന്നത്. ഫഹാദാ ഫറഹും മദ്മൂമൻ മൻഹിയുൻ അൻഹു, എന്താ കാരണം? ലിയന്ന മുഹബ്ബത്തുല്ലാഹ, അമലിന്റെ കൂലി നഷ്ടപ്പെടുത്തി കളയുന്നത്. അതാണ് രുജു വരിക. ലാക്കിൻ പിന്നെന്താക്കണം? വലാക്കിൻ ഇഫ്രഹ്, അവിടെ ഇഫ്രഹിൻ, അവിടെ ഇഫ്രഹ് നേരെ അമ്രാണ്, മറ്റേ ലാത്തുഫദ്ദിഹ് ഫർറഹല്ല, തീരുമാനിക്കുക. ഇഫ്രഹ് ബിഹാ, താഅത്ത് കൊണ്ട് നീ സന്തോഷിച്ചോ. എന്തിനു വേണ്ടി? ലിഅന്നഹാ ബറകത്തുൻ മിനല്ലാഹി ഇലൈക, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് നിന്നിലേക്ക് അത് വന്നിട്ടുണ്ട് എന്നുള്ള നിലക്ക് നീ സന്തോഷിച്ചോ. നാം പണ്ട് റുജുവിന്റെ വായന പറഞ്ഞ മതിയായി. സാധനത്തിന്റെ ഉദൂലെണ്ണമ്മ റുജുയിലേഹി എന്ന് പറയില്ലേ, തഖ്വലില്ലാഹി റുജുയിലേഹി. ആ റുജുയിലേക്ക് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു സിക്കന്ദരി ഇമാമിന് നേരിട്ട് തന്നെ വ്യാഖ്യാനിച്ചത് വ്യാഖ്യാനം
ഇങ്ങനത്തല്ലായി തങ്ങള് മുറസിമാമയെ ചോദിച്ചു പറഞ്ഞാൽ എനിക്കൊരിക്കലും മനസ്സിന് സന്തോഷം കിട്ടുന്നില്ല, ഒരു മൂടൗട്ടാണ്, ഈ മനസ്സിന് തുറച്ചില്ലായി, ഇത് കമ്പിളിലാണ് എപ്പം കാണുന്നുണ്ട്. അപ്പൊ മൂപ്പർ പറഞ്ഞോലും അബദിന്റെ 4 ഹാല ആകേണ്ടത് എങ്ങനെയാണ് എന്നാല് അള്ളാഹിന്റെ പക്കൽ നിന്ന് 2 ഇവന്റെ പക്കൽ അള്ളാഹിലേക്ക് 2 അള്ളാഹിന്റെ പക്കൽ നിന്ന് ഇങ്ങോട്ടുണ്ടാകും, ഒന്നെങ്കിൽ നിയമത്താകും, എല്ലാം വലിയത്താകും. ഇങ്ങനെ അങ്ങോട്ട് പോകണം, ഒന്നെങ്കിൽ താഴത്താകും, അല്ല മേശയത്താകും. ഈ 4 5-ാമത്തെ ഏറ്റവും അവർക്ക് തസവൂറല്ല. ഈ 4ൽപ്പെട്ട ഏതാണ് എന്ന് നീ മുറാക്കബ ചെയ്യുകയും അതിന്റെ അവലായിപ്പ് വിടുകയും ചെയ്താൽ നിന്റെ ദുഃഖം കൊണ്ട് മാറിപ്പോളൂ എന്ന് മുപ്പർ ഒറ്റ നിർദ്ദേശം. അപ്പോ നിയമത്താണ് വന്നതെങ്കിൽ ഉടനെ ശുക്ർ കൊണ്ട് ഏർപ്പെട്ടു കൊള്ളുകണം. വലിയത്താണെങ്കിൽ സബർ കൊണ്ട് ഏർപ്പെട്ടോ, താഴത്താണെങ്കിൽ ഹൗലും കുബത്തും തുടങ്ങി അഭിജയിച്ചോ, പിന്നെ മാസ്യത്താണെങ്കിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ കൊണ്ട് മുന്നിട്ടോ. കുറച്ചാലം കഴിഞ്ഞതിന് ശേഷം സിഗരറ്റ് 2ാമത് കണ്ടപ്പം ചോദിച്ചോലോ എന്താണ് നിന്റെ ഹാലോ എന്നിട്ടും പറഞ്ഞു, ഇപ്പം ദുഃഖം വിളിച്ചു വെച്ചാൽ വിചാരിച്ചാലും മനസ്സിൽ ദുഃഖം കിട്ടുന്നില്ല, അത്ര മാത്രം വിശാലതയാണ്. ഇതുകൊണ്ട് ഞാൻ ഈ ചതിക്കപ്പെട്ടു പോകുന്ന വരെ തോന്നിപ്പോകുന്നു. അപ്പൊ അറുപതിന്റെ വായന മൂപ്പർ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. രണ്ടാം ദിവസം 83-ാമത്തെ പേജ് ആവട്ടെ കാണുള്ളൂ. അസുഖത്വല്ല. അപ്പൊ മിനല്ലാഹിലേക്കാന്ന് പറഞ്ഞാൽ മിൻഹൈദ് ശുഹൂദുഹ മിനല്ലാഹി നിഅമത്തൻ മിൻഹു വഫദലൻ, അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള ഫദലാലും നിഅമത്താലും നിന്നിലേക്ക് അല്ലാഹു തആല ചൊരിച്ചതാണ് എന്ന ഐക്യത്തിൽ കൂടി മാത്രം സന്തോഷിക്കും. ഫഹാദാഹുൽ ഫറഹുൽ മഹ്മൂദ്, അതാണ് ഫറഹുൽ മഹ്മൂദ്. അൽ മത്ലൂബു മിനൽ അബ്ദ്, അതാണ് അബ്ദിന്റെ ഒക്കെ തേടപ്പെട്ടത്. വഹുവ മുഖ്തദീ ശുക്രിഹ, ആ നിഅമത്തിന്റെ ശുക്റിന്റെ മുഖ്തദിയാണ് ആ ഫറഹ്. ശുക്റിനെ ഉണ്ടാക്കി തീർക്കുന്ന സാധനം മുഖ്തദി ഇസ്മുഫൈലല്ലേ വേണ്ടി. സുമ്മത്തദല്ല അലാ ദാലിക, പിന്നീട് മൂപ്പർ അതിന് ഒരു ആയത്ത് കൊണ്ട് തെളിവ് പറയുകയാണ്. ബിഖൗലിഹി തആല ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും, അതേ ഫബിദാലിക അതുകൊണ്ട് തന്നെ, മറ്റൊന്ന് കൂടാൻ പാടില്ല, ഫൽയഫറഹു അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പോൾ ഫഈസാലു തിൽക ത്വാഅതി ഇലൈഹി വഇദ്ഹാറുഹാ അലാ യദിഹി, ആ ത്വാഅത്തിനെ അല്ലാഹു തആല ഇവരിലേക്ക് ചേർക്കുകയും ഇവന്റെ മുഖേന അത് പ്രകടമാക്കുകയും ചെയ്തപ്പോൾ ഏത്തനാകും മിനല്ലാഹി സുബ്ഹാനഹു വ തആല ബിഹി, അല്ലാഹു തആല ഇവനെ കൊണ്ട് ഖൈർ കൊണ്ട് കണക്കിലെടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവാണത്. സ്വയം യഫ്റഹ ബിഹ, അതുകൊണ്ട് സന്തോഷിക്കണം. എങ്ങനെ സന്തോഷം? ഒരു മദ്മൂമും ഒരു മഹ്മൂദും പറഞ്ഞിട്ടുണ്ട്. അതാണ് മിൻ തിൽക്കൽ ഹൈസിയ്യത്തി, ആ ഹൈസിയത്തിൽ കൂടി, ഏത് മിൻ ഹൈദി സുഹൂദുഹാ മിനല്ലാഹി ലാ മിൻ ഹൈദി സുഹൂദുഹാ മിൻഹു, അതൊന്നാമത് പറഞ്ഞു. ആ നിലക്കാകാൻ പാടില്ല, അതവിടെ തീർന്നു. എന്താ പറയുന്നത്? അള്ളാഹുവിനേക്കുള്ള സൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളെയും അള്ളാഹുവിലേക്കുള്ള വാസനകൾ ആകെ തരക്കാർ രണ്ടേലുള്ളൂ. ഇത് രണ്ടുപേരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ അമലിനെ കാണലിനെ തൊട്ട് തടയാറുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് മുന്നേറ്റം ഉണ്ടാവില്ല. കയ്യിലെ അമുമ്പ് പറഞ്ഞല്ലോ, നിന്റെ സുഹൂദിനെ തൊട്ടിട്ട്, അമലിന്റെ സുഹൂദിനെ തൊട്ട് നിന്നെ മറക്കുന്ന അമല് അതാണ് കബൂൽ തന്നെ. മുറിച്ചു എന്ന് പറഞ്ഞാൽ തടഞ്ഞു പറഞ്ഞു, അവസരം കൊടുത്തില്ല. ആർക്ക്? സാഹചര്യങ്ങൾക്ക്. അവർ ഇപ്പൊ സൈറിലായുള്ളത്. രണ്ടാമത്തോ വാത്സല്യങ്ങളെയും അത് എത്തിയവരാ, അവർ തടഞ്ഞു. ആ റുയ്യത്തി അമാലിയും, അവർ അമാലിന്റെ റുയ്യത്തിനെ തൊട്ട് ആരിലേക്ക് ചേർത്തിട്ട് സാഹചര്യങ്ങളെ തൊട്ട്. അതിലൊന്നാമത്തത് ദാഹിരിയായ അമാലിന്റെ റുയ്യത്തിനെ തൊട്ട്. ഷുഹൂദി അഹ്വാലിയും, അഹ്വാലിന്റെ ഷുഹൂദിനെ തൊട്ടും തടഞ്ഞു, ആരിലേക്ക് ചേർത്തിട്ട് വാസനകളെ കൊണ്ട് ചേർത്തിട്ട്. കൽബിയായ ലാകിൻ السبب في انقطاع طائفتين عن ذلك مختلف. പക്ഷേ ആ രണ്ട് തായിഫത്തിനും അല്ലാഹു തആല ഖത്അ ചെയ്തപ്പോൾ ഇവർക്ക് ഇൻഖിതായ് വന്നെന്നല്ലേ പറയുന്നത്. പക്ഷെ ഇൻഖിതായിന്റെ ഹൈസിയത്ത് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഇൻഖിതായ് വന്നത്? അതാ ഖത്അന്റെ ഇൻഫിയാലാണ് ഇൻഖിതായ്.
അല്ലാഹു തആല അവർ തടഞ്ഞപ്പോൾ ആ തടയിൽ സിദ്ദിഖിൽ ഇവർക്കുണ്ടല്ലോ, അതിന്റെ രീതി എങ്ങനെയാ? അമ്മ തായിറൂന ഫലിഅന്നഹും ലം യതഹഖഖു സിദ്ഖ മഅല്ലാഹി ഫീഹാ. ശാരീരികങ്ങളെ തടഞ്ഞെങ്ങനെയല്ലോ, അവർക്ക് അമലിന് അള്ളാഹുവിനോടൊപ്പം സിദ്ഖ് കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടായിരിക്കും ഓരോ മനസ്സിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ അമലേറ്റ് എന്ത് കാര്യം, ഈ അമലുണ്ടായിട്ട് എന്താ കാര്യം, ഈ അമലിനെ കാണാം എല്ലാം പൊള്ളുന്ന കൊണ്ടുപോകും. അതാ വദാലിക നഖ്സൻ, ആ അമലിൽ അവർ നഖ്സ് കാണുന്നു. ബിഅദമി ഹുദൂരി ഖുലൂ, എന്താ നഖ്സിന്റെ കാരണം? ബിഅദമി ഹുദൂരി ഖുലൂബിഹിം മഅല്ലാഹി ഹാല ഫീഹാ, ഫീലിന്റെ അവസരത്തിൽ അള്ളാഹുവിനോടൊപ്പം കൽബ് ഹാജരായിട്ടില്ല. ഫഹും ദാഇമൻ മുത്തഹിമൂന നുഫൂസഹും, അവർ നഫ്സിനെ പറ്റി അവർ എപ്പോഴും തെറ്റിദ്ധരിക്കുകയാണ്. ഫീ തൗഫീഖി അഅമാലിഹിം ഹഖ്ഖഹാ, അഅമാൽ അതിന്റെ ഹക്ക് വീട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. വഫീ സഫായി അഹ്വാലി ഖുലൂബിഹിം, അത് ഒന്നാമത്തെ വഖിത്തി. രണ്ടാമത്തെ വഫീ സഫായി അഹ്വാലി ഖുലൂബി ഫകാന ദാലിക സബബൻ ഫിൽ ബറാഅത്തി മിൻ റുഅയതിഹാ വശുഹൂദിഹാ, അത് കാണലിനെ തൊട്ട് ഒഴിഞ്ഞു മാറാനും അതിന്റെ ശുഹൂദിനെ തൊട്ട് ഒഴിഞ്ഞു മാറാനും ആ കാഴ്ചപ്പാടെന്തായി സബബായി മാറി. ഇതാണ് ശാരീരികങ്ങളായ ആളുകളെ അള്ളാഹു മുറിക്കുന്നതിന്റെ പോലെ. വമ്മൽ വാസിലൂന, വാസിലീങ്ങൾ മുറിക്കുന്ന പോലെ എങ്ങനെയാ? ഫലി അന്നഹു ഗയ്യബഹും ബിശുഹൂദിഹി അൻഹാ, അള്ളാഹുവിന്റെ ശുഹൂദ് ലയിപ്പിച്ചിട്ട് ഈ അഹ്വാലുകൾ കാണലിനെ തൊട്ടോറ അങ്ങ് മതിവർപ്പിച്ചിരിക്കുകയാണ്. ഐ അന്നഹും നസബൂഹാ ഇലൈഹി തബർരിയം മിൻ അൻഹൗലിഹിം വഖുവ്വതിഹിം, അഹ്വാലുകളെ ചേർക്കുന്ന എങ്ങനെയാണ്? അവരെ ഹൗലിനെ തൊട്ടും കുവ്വത്തിനെ തൊട്ടും തബരിയായിക്കൊണ്ട്. ഫഖതഅഹും അൻ ദാലിക ശുഹൂദുഹും ലഹു ഫീ ഹദറത്തി ഖുർബിഹി, അല്ലാഹുവിന്റെ ഹദറത്തിൽ ഖുർബിൽ അല്ലാഹുവിന്റെ ശുഹൂദ് എന്താക്കി അതിനെ തൊട്ട് അവർ മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. വമൻ ഷാഹദഹു, അല്ലാഹുവിനോടത്തെ മുശാഹിദായാൽ ലം യശഹദ് മഅഹു ഗൈറഹു, ഗൈറന്റെ ശുഹൂദ് അവനുണ്ടാവില്ലല്ലോ. അപ്പൊ വഖദ് അസ്ബഗ അല്ലാഹു നിഅമത അലൽ ഫരീഖൈനി, രണ്ട് കൂട്ടർക്കും അല്ലാഹുവിന്റെ നിഅമത്ത് പൂർത്തിയാക്കി കൊടുത്തിരിക്കുന്നു. രണ്ടാം അല്ലാഹു ഉണർന്നിരിക്കുക. എങ്ങനെ വേണം? ഹൈതു അഅതാഹും മിന തഅല്ലുഖ ബി അഅമാലിഹിം വ അഹ്വാലിഹിം, അവർക്കുള്ള അഅമാൽ കൊണ്ട് ബന്ധപ്പെടലിനെ തൊട്ടും അഹ്വാൽ കൊണ്ട് ബന്ധപ്പെടലിനെ തൊട്ടും അല്ലാഹു രണ്ട് കൂട്ടരെ ആക്കിയിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇല്ലാന്നഹു ഫഅല ദാലിക ബി സാലികീങ്ങൾക്ക് എന്താണെന്നറിയോ? ഖുർഹൻ, അത് നിർബന്ധപൂർവ്വം ഒരു ജിഹാദ് ചെയ്തിട്ട് വേണം അത് ഉണ്ടായിത്തീരാൻ. അതാ ഖുർആൻ. വാസനീയങ്ങൾക്കോ തൗഅനാണ്. ഇതാ തമ്മിലുള്ള വ്യത്യാസം. വലാ ശക്ക, സംശയിക്കണ്ട, അന്ന ഹാദൽ മഖാമ അർഖാ മിനൽ അവ്വൽ, ഇത് ഒന്നാമത്തതിനേക്കാണ് മേലുള്ള പടിയാണ്. വാസനീയങ്ങളെ പറഞ്ഞത് പറയണ്ടല്ലോ. വലിഹാദ, ഇതുകൊണ്ടാണ് ലമ്മാ തഅൽഫു ഇലൽ വാസിത്തി, വാസിത്തി ഇമാമ് ചോദിക്കപ്പെട്ടവൾ അസ്ഹാബ് അബീ മൂസ അബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അസ്ഹാബിമാരോട് ചോദിച്ചു. ആരാ ചോദിക്കുന്നത്? വാസിത്തി ഇമാം. ഇത് അബാരിത്തിൽ കഴിഞ്ഞു പോയതാണ്. ബിമാക്കാന യമുർക്കും ഷെയ്ഖുക്കും, നിങ്ങളെ ഷെയ്ഖ് അബൂ ഉസ്മാൻ അല്ലേ? അബൂ ഉസ്മാൻ നിങ്ങൾക്ക് എന്താ പഠിപ്പിക്കുന്നത്? ആരു അപ്പോ അസ്ഹാബിമാർ പറഞ്ഞു, കാന യമുറന ബിൽതിസാമി ത്വാഅതി, താഅത്തുകളെ മുറുകെ പിടിക്കണമെന്നും ഉറുയത്തി തഖ്സീരി ഫിഹാ, അതിലൊക്കെ തഖ്സീർ ഉണ്ടെന്നും കാണണമെന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ശാരീരികളെ മക്കാമാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു അല്ലേ? ഫഖാല ലഹും, അപ്പോൾ വാസിത്തി എന്താ പറഞ്ഞറിയോ? അമറക്കും ബിൽ മജൂസിയത്തിൽ മഹല്ല, തനിച്ച മജൂസിയത്താണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അല്ല അമറക്കും ബിൽ ഗൈബത്തി അന്ന ബിശുഹൂദി മുൻശിഇഹാ വ മുജ്രിഹാ, ഇത് കൽപ്പിക്കാമായിരുന്നില്ലേ? ഇതാരാണോ ഉണ്ടാക്കി തന്നത് അവന്റെ ശുഹൂദ് കൊണ്ട് അയമാലിനെ തൊട്ടെല്ലാം ഭാഗം കൽപ്പിച്ചൂടെ? എന്നുവെച്ചാലോ വാസനീയങ്ങൾക്കുള്ള ശുഹൂദ് കൊണ്ട് കൽപ്പിച്ചൂടായിരുന്നു ആ ചോദ്യം. യുരീദ് ബിദാലിക തറക്കി ഹിമ്മത്തിഹിം ഇലാ മഖാമിൽ ഇർഫാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ ലാ തഹഖീറു മാഹും അലൈഹി, ഇപ്പോഴുള്ള അവസ്ഥ മോശമായി കാണലല്ല മുഫാവാക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മോശമാക്കല് ഫൈനഹും അൽ ഇഹ്സാൻ, അത് ഇഹ്സാന്റെ ഒരു പടിയാണല്ലോ. അതവിടെ തീർന്നു. ഇനി പറയുന്ന ദുന്യാവിന്റെ പല വസ്തുക്കളിലേക്കും പല വ്യക്തികളിലേക്കും കൊതിച്ച് അതിലേക്ക് തമായ വക്കൽ എന്നതാണ് മനുഷ്യൻ ഏറ്റവും അധപ്പതിപ്പിച്ച സാധനം. അപ്പൊ തമായ എന്നുള്ളത് ഒരു വിത്താണ്. ആ വിത്ത് വലിയ മരാഴ്ച മുളക്കും. മരാഴ്ച മുളച്ചാൽ അതിന് കായ്ക്കുന്ന പഴം എന്തായിരിക്കും? ദുല്ല് എന്ന് പറഞ്ഞ പഴം കൊയ്യേണ്ടി വരും. തമായ എന്ന് പറഞ്ഞ വിത്തിട്ടാ ദുല്ല് എന്ന് പറഞ്ഞ കായം അത് കഴിക്കും. അതാ പറയും മാ ബസക്കത്ത് അഹ്സാനു ദുല്ലിൻ, നിസ്സാരത
എന്ന് പറഞ്ഞ കൊമ്പുകൾ പടർന്നു പന്തലിച്ചിട്ടില്ല ഇല്ലാരാബതിരി തമ ആകുന്ന വിത്തിന്റെ മുൾക്കൽ കൂടിയല്ലാതെ. അപ്പം വിത്തേതാ തമായി കണ്ടയിലൊക്കെ പൂതി, അതും കിട്ടണം ഇതും കിട്ടണം അതും കിട്ടണം ഇതും കിട്ടണം എന്നുള്ളത് പൂതിയുള്ളൂ. ആ തമ വന്നാൽ ഇവനിക്ക് ദുല്ലി ആകുന്ന മരക്കൊമ്പ് അങ്ങോട്ട് വികസിക്കും. അപ്പൊ ഇവിടെ എന്താക്കി മാ ബസഖത് യുഖാലു ബസഖത്തിൻ നഖലതു ബുസൂകൻ എന്ന് പറയും. ഇതാ പാലത്ത് കൊമ്പുകൾ ഇങ്ങനെ ഉയർന്നു പോയാൽ അപ്പൊ മാ ബസഖത്തിന്റെ അർത്ഥം എന്തായി? മാ പാലത്ത് എന്നായി. അതിന്റെ ഫായിലാണ് അവസാന ദുല്ലിൻ, ദുല്ലാകുന്ന അവസാനം ഒരു മരക്കൊമ്പ്, തമ ആകുന്ന മതൽ. ഇവിടെ ശബ്ബഹദ്ദുല്ല, ഇവിടെ ദുല്ലിനെ മൂപ്പർ തസ്ബീഹാക്കി ബി ഷജറത്തിന്, ഒരു മരത്തിനോട് തസ്ബീഹാക്കിയിട്ടുണ്ട്. അതാണ് അതിന്റെ കൊമ്പ്. എങ്ങനത്തെ മരം? ധാതു അവസാനി, കൊമ്പുടയ ഒരു മരം. അവസാനം പുറം തന്നെ. അത് ഇസ്തിആറത്തുൻ ബിൽകിനായാണ്. ഇസ്തിആറത്തുൻ ബിൽകിനായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഒരു തസ്ബീഹാണ്. ഒരു സാധനത്തിനെ മറ്റൊന്നിനോട് എന്താക്കും? തസ്ബീഹാക്കും. തസ്ബീഹ പുറത്ത് പറയൂല. പുറത്ത് പറയാതെ കണ്ട് മുശബ്ബഹ ബിഹിക്കുള്ള ഒരു ഒപ്പെടുത്തിട്ട് ഇവിടെ ചേർത്ത് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കിയ ഉള്ളിൽ കൂടി തസ്ബീഹ് നടത്തിയതിനു ശേഷമാണ് പറഞ്ഞത്. ആ ചേർത്ത് പറയുന്നത് എന്താ പറയുന്നത്? തഹ്യീൽ എന്ന് പറയും. അപ്പൊ ഇസ്തിആറത്തുൻ ബിൽകിനായ എന്ന് പറഞ്ഞാൽ ദുല്ല് എന്ന് പറഞ്ഞതൊരു സാധനത്തിന് ആദ്യം ഒരു മരത്തിനോട് തസ്ബീഹാക്കി. മരത്തിനെ പറ്റിയുടെ മുണ്ടിയിട്ടില്ല. മരത്തിനുള്ള ഒരു പ്രത്യേകതയാണ് കൊമ്പുണ്ടാകുക. മരത്തിന് കൊമ്പുണ്ടാകുക. ആ കൊമ്പാണ് വികസിച്ച് വളർന്ന് പന്തലിക്കല്. അപ്പൊ എന്തെല്ലുണ്ട്? ഷജറത്ത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവസാനം ബസഖയിൽ രണ്ടെണ്ണം പ്രയോഗിച്ചിട്ടുണ്ട്. മുസബ്ബഹ ബിഹിന്റെ രണ്ട് സാധനങ്ങൾ നോക്ക്. അതാണ് ഇസ്തിആറത്തുൻ ബിൽകിനായ. അപ്പൊ അവസാനം എന്നുള്ളതായി തഹ്യീലാണ്. അവ ബാക്കി നില ഹഖീഖത്തിഹി, അവിടെ ആ മരത്തിനോട് തസ്ബീഹാക്കുമ്പോൾ മരത്തിനുള്ള കൊമ്പ് തന്നെയാണ് അർത്ഥം വെക്കുന്നത്. അവിടെ ഹഖീഖത്ത് തന്നെയാണ്. ഒന്നെങ്കിൽ അങ്ങനെ ആക്കാം. അവ മുസ്തആറുൽ അൻവാഇ ദുല്ലി, എല്ലാം എന്താക്കുന്നറിയോ? ദുല്ലിന്റെ അൻവാകളെല്ലാം എടുക്കുക. എന്തെല്ലാം ദുല്ലുണ്ട് ആ ദുല്ലിന്റെ അൻവാ എല്ലാം എടുത്തിട്ട് എന്താക്കുക? അതിനൊരു മരത്തിന്റെ കൊമ്പായിട്ട് തസ്ബീഹാക്കുക. അപ്പൊ ബസഖ എന്നുള്ളത് അതിന്റെ തർത്തീഹാക്കി മാറ്റി. അപ്പൊ മരയുടെ പറഞ്ഞില്ല. ദുല്ലിന് പല അൻവാണ്ട്. ആ അൻവാകളെല്ലാം കൊമ്പുകൾ. അപ്പൊ അകത്താന്റെ പണി ശജറത്ത് മുണ്ടുന്നില്ല. അപ്പൊ ബസഖ എന്നെല്ലാം എന്താക്കി അകത്താനിലേക്ക് ചേർത്തു. ശരിയില്ലേ? അത് തർശീഹാണ്. ബാക്കി നല്ല ഹഖീഖത്തിഹി, ആ പടർന്ന പന്തലിക്കൽ എന്ന ബസഖ എന്നുള്ള തർശീഹാണ്. അതിൽ ഹഖീഖത്ത് തന്നെ. അല്ലെങ്കിലോ ഔ ബിമഅന വുജിദത് വഹസലത്, തസ്ബീഹും വേണ്ട ഇസ്തിആറത്തും വേണ്ട, ഒന്നും വേണ്ട. ബസഖ എന്ന് പറയുന്നത് എന്താക്കുക? വുജിദത്ത് വഹസല നേരെ അർത്ഥം കൊടുക്കുന്നതിന് വിരോധമില്ല. അത് അടച്ചു കൊടുക്കും. ഇനി മറുവശം ഡിപ്പറോ ഏത്? ബദറു തമഅ എന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ തമഇന ഒരു വിത്തിനോട് തസ്ബീഹാക്കിയിട്ടുണ്ട്. ആ മുശബ്ബഹ ബിഹിയെ മുശബ്ബഹയിലേക്ക് ഇളാഫത്ത് ആക്കിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത് വശബ്ബഹ തമഅ ബിന്നവാതി, ഒരു കാരകഗോലിനോട് തസ്ബീഹാക്കി തമഇനെ. അല്ലത്തി തൻശഉ അന്ന ഷജറത്തു, അതിൽ നിന്നാണ് വലിയ മരം നോക്കേണ്ടത്. അപ്പൊ കാരകഗോലി ചെറുത്, വലിയ മരം. അപ്പൊ ചെറിയ തമഅ കൊണ്ട് തന്നെ വലിയ ദുല്ല് കൊണ്ടിട്ട് സൂചിപ്പിച്ചു. അല്ല ഫഇലാഫത്തു ബദിലിൽ ലഹു മിൻ ഇലാഫത്തിൽ മുശബ്ബഹി ബിഹി ലിൽ മുശബ്ബഹി, ബദറിന്റെ തമയിലേക്കുള്ള ഇലാഫത്ത് മുശബ്ബഹ് ബിഹിയെ മുശബ്ബഹിലേക്ക് ഇലാഫത്താണ്. ഐ തമഉൻ ശബീഹുൻ ബിൽ ബദർ, ബദറിനോട് ശബീഹാക്കപ്പെട്ട തമയിലായി. അപ്പം ബദറ ഇബ്ദുറു എന്ന് പറയുമ്പോൾ ഒരു മസ്ദറല്ലേ? ആ മസ്ദർ എന്താകണം? ഇസ്മു മഫ്ഊലായിട്ട് തഅ്വീൽ കൊടുക്കണം എന്നാണ്. ഐൽ മബ്ദൂർ, മബ്ദൂർ അല്ലദീ തൻശഅ അൻഹു ശജറത്തു ദാത്തുൽ അഗ്സാനി, വലിയ കൊമ്പും ജില്ലകളുള്ള ഒരു മരം മുളച്ചുണ്ടാകുന്ന ഒരു ചെറിയൊരു വിത്തിനോടാണ് തസ്ബീഹാക്കിയത്. ഫകഅന്നഹു യഖൂലു ലാ തഗ്രിസു ബദറു തമഇ ഫീ ഖൽബിക, നിന്റെ കൽബിൽ തമആകുന്ന ബദർ അത് മുളച്ചു വരൂല. ഫതഖറുജു മിൻ ശജറത്തു ദുല്ലി, ദുല്ലാകുന്ന ശജറത്ത് അതിൽ നിന്ന് പുറത്തു വരുന്നു. വതൻശഇബു അഗ്സാനുഹാ ഫുറൂഉഹാ, ഇങ്ങനെ ഉണ്ടാകും. ഇവിടെ പറയുന്നുണ്ടെന്നറിയോ? മുസന്നിഫിന് ഇബാറത്തിൽ ചെറിയ തിരുത്തു വേണമായിരുന്നു എന്ന് ശാരിഹ് അഭിപ്രായം. എന്താണെന്നറിയോ? വലവ് കാലം മാ ബസഖത്ത് ഷജറത്തു ദുല്ലി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ബസഖ എന്നുള്ളത് സാധാരണ മരത്തിനല്ല, അഗ്സാനിനാണ് ഉസ്തുരൻ. അപ്പൊ ഷജറത്തിന്റെ കൊമ്പ്. അപ്പൊ ഇവിടെ അഗ്സാനിലേക്കാണ് ബസഖ ചേർത്തത്. അപ്പൊ ശരിയായ ബസഖ എന്നുള്ള പേര് ആയിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ഷജറത്തിനാണ്, അഗ്സാനല്ല. അതിന്റെ ഹഖീഖത്തും ഫായിലാകേണ്ടത്. രോഗന്മാരെന്ന് പറഞ്ഞാൽ എത്താ
ഈ സ്ഥലങ്ങളിലുണ്ടല്ലോ അള്ളാഹു മസ്മിനാമിൻ അമ്രാദിനാന്ന് പറയേണ്ടത് രോഗത്തിനെ മാറ്റി തരണം, ശിശാക്കണം എന്നല്ല പറയേണ്ടത്. അപ്പൊ ചപ്പാന മുട്ടാന്റെ കാലായിരിക്കണം, മരിയിലായിരിക്കണം. ഇവിടെ പോലെ വലവുക്കാല മാ ബസക്കത്ത് ഷജറത്തുദ്ദുല്ലീൻ എന്നതിന് പകരം അഗസാനുദ്ദുല്ലിക്ക് പകരം ലക്കാന ഔല ഇബാറത്ത് നന്നാകുമായിരുന്നു. എന്തുകൊണ്ട് ലിഅന്നല്ലദി യത്തസിഫ ബിത്തൂലി ബസക്ക എന്ന് പറഞ്ഞാൽ പാലാന്നല്ലേ അർത്ഥം. തൂല് കൊണ്ട് ഉണ്ടായിട്ട് വസ്തു പറയപ്പെടുന്നതും വയൻഷഉ അനിൽ ബദരി ബദറിൽ നിന്ന് മുളച്ചുണ്ടാകുന്നതും അസ്ലു ഷജറത്തം കൊമ്പല്ലല്ലോ. അപ്പൊ വവസ്ഫുൽ അഹ്സാനി ബിദാലിക ഈ തൂല് കൊണ്ടും നുസു കൊണ്ടും അഹസാന്റെ വസ്ഫറി ബിത്തരീഖ് തബൈ ആദ്യം മരത്തിനുണ്ടായിട്ട് പിന്നീട് താപിയെ കൊണ്ട് വാസിത്ത വന്നിട്ടേ ഉണ്ടാവുള്ളൂ. വസ്ഫുൽ അഹസാനി ബിദാലിക എന്നതിനേത് നുസുബ് തൻഷഹു എന്ന് പറഞ്ഞ നശില്ലേ, അതുപോലെ ബുസൂക്കും ഉണ്ട്. അത് മരം വാസിച്ചായിക്കൊണ്ടേയുള്ളൂ ബിത്തരീഖ് തബാണ്. അതവിടെ തീർന്നു. അതപ്പോ ഇബാറത്ത് സംബന്ധമായി ചുരുക്കത്തിൽ മനുഷ്യന്റെ ഉബൂദിയ്യത്തിന് കോട്ടമുണ്ടാക്കുന്ന ഐബുകളിൽ ഏറ്റവും വലിയ ഐബിൽപ്പെട്ടതാണ് ഇത് തമഅ എന്നുള്ളത്. എന്ന് മാത്രമല്ല ബൽഹു അസ്ലു ജമീഅൽ ആഫാത്ത്, എല്ലാ ആഫാത്തിന്റെയും അസ്ൽ അവിടെയാണ് കിടക്കുന്നത്. എന്തുകൊണ്ട് ലിഅന്നഹു മഹല്ലു തഅല്ലുഖും ബിന്നാസ്, ജനങ്ങളുമായുള്ള തഅല്ലുഖിന്റെ മഹലാണ്, കലർപ്പില്ലാത്ത തഅല്ലുഖാണത്. വൽതിജാഉൻ ഇലൈഹിം, അവരെ കൊള്ളയിൽ അണഞ്ഞുകൂടലാണ്. വഅതിമാദുൻ അലൈഹിം, അവരെ മേൽ ഇഅ്തിമാദ് ചെയ്യലുമാണ്. വഅബൂദിയത്തുല്ലഹും, അവർക്ക് വേണ്ടി അടിമത്വമാണത്. ഇനിയെ പറഞ്ഞ അയ്ബന്താ വേണ്ടത്. വഫീ ദാലിക, അതിലുണ്ട് മിനൽ മദില്ലതി വൽ മുഹാനതി, നിസാരതയാലും എരപ്പാകലിനാലും മാലാ മസീദ് അലിയർ കൂടുതലൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിന്റെ എളുപ്പത്തരം അതെന്തുകൊണ്ടാണ് ഈ തമ ഉണ്ടാകുന്നത് ഇങ്ങനെ? അതാ അത് വസബുൽ മഖ്ദൂർ, അല്ലാഹു തആല നമുക്ക് മഖ്ദൂറാക്കി കണക്കാറുണ്ടല്ലോ, അത് കിട്ടേണ്ടായി പോകുന്നില്ല. ഒരു എക്കത്തക്കാമി രട്ടാറുണ്ടായി അള്ളാഹു കണക്കാക്കിയത് കിട്ടാണ്ട് പോകില്ല എന്ന് വെച്ച് ഉറപ്പുണ്ടെങ്കിൽ ഈ തമയം വെച്ചാൽ ഇല്ലെങ്കിൽ ആ സമയത്ത് വന്ന് ചെയ്തു അത് കിട്ടാണ്ടായിപ്പോ ഞാനിങ്ങനെ കെട്ടാക്കിയാലേ അത് കിട്ടുള്ളൂ എന്നൊരു തോന്നല് തോന്നി. ആ ചക്ക നട്ടാളിലുള്ളത്. വനിതാ കാലബാലുഹും, ഇതുകൊണ്ടാണ് ചിലത് പറയുന്നത് തമഅനെ വിളിച്ചിട്ട് ചോദിക്കും മൻ അബൂക, നിന്റെ ഉപ്പ ആരടാന്ന് ചോദിക്കും. ലക്കാല, അപ്പോ അവൻ പറയും അശ്ശക്കു ഫിൽ മഖ്ദൂറാണ് എന്റെ ഉപ്പ എന്ന് പറയും. എന്നെ ഉണ്ടാക്കി തീർക്കാൻ എന്റെ ഉപ്പാരാന്ന് അശ്ശക്കു ഫിൽ മഖ്ദൂറാണ്. വലവുക്കീലമാ ഹെറുഫത്തുക്ക, നിന്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ കാശുദ്ദുല്ലി, എല്ലാവർക്കും നിസ്സാരത ഉണ്ടാക്കി കൊടുക്കലാണ് എന്റെ പണിയെന്നും പറയും. എന്റെ ഉത്തരം. വലവുക്കീല മാ ഗായത്തുക്ക, എന്ന് നിന്റെ ഗായത്ത് എന്താന്ന് ചോദിച്ചാലോ കാലാൽ ഹെറുമാൻ, ഹെറുമാനാണ് കൊച്ചാക്ക് കിട്ടാണ്ടാവില്ല, സമയം വെച്ച പോലെ സാധനം കിട്ടിക്കൊള്ളുന്നുണ്ട. അപ്പൊ അതുകൊണ്ട് തമഅ വെച്ച മനുഷ്യൻ സംശയിക്കേണ്ട ദീൻ ഫസാദായ മനുഷ്യൻ തന്നെയാണ്. വനിതാ ദഖല അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കടന്നു ഇവിടെ ജാമി അൽ ബസറ, ബസറയിലുള്ള ജമാഅത്ത് പള്ളിയിലേക്ക് കയറി നോക്കുമ്പോ കുറെ ക്ലാസുകളാണ്. പെണ്ണുങ്ങളെ ക്ലാസ് ഉണ്ടാവില്ല, കുറെ ആണുങ്ങളെ ക്ലാസ്സാണ്. അപ്പൊ വജദൽ ഖസ്സാസ യഖുസ്സൂന, അപ്പൊ കുറെ കഥ പറയുന്ന ആളുകളുണ്ട്. ഒരിങ്ങനെ കഥ പറയും, ഇഷ്ട പറയാന്ന്. മൂപ്പർ എന്നവാടപ്പോ ആക്കാമ എല്ലാരെയും ഓടിപ്പിച്ചു പടാ തിരിച്ചു പോകും. അങ്ങനെ പോയി ഹസൻ ബസ്സിൽ അടുത്തേക്ക് എത്തിയ മൂപ്പറുണ്ട് ഒരു വാക്ക്. ആളെത്തിയപ്പോൾ ഫക്കാല, മൂപ്പർ ബഹുമാനിക്കുന്ന ആളല്ലേ, ഓരോട് ചോദിച്ചു യാഫത്ത, ഞാൻ നിങ്ങൾ ചോദ്യം ചെയ്തിട്ട് പണി നിർത്തൂ അല്ലെ നിർത്തൂല. മറ്റാളെ നിരുപാധിക അടിച്ചു വായിച്ചു. ഇവിടെ പറഞ്ഞു ഇന്നീ സായലിക്കാൻ നമ്പി, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നജബത്തനീതി, അതിന് കൃത്യമായ ഉത്തരം പറയുമെങ്കിൽ അബുക്കൈത്തുക്ക, നിങ്ങളുടെ മുത്ത വൈല്ല അക്കം തുക്ക, നിങ്ങളെയും ഓടിക്കും. കമ അക്കം തു സഹാബക, മറ്റാളെ പഠിച്ച പോലെ തന്നെ. അതെന്താ മൂപ്പറോട് അങ്ങനെ പെരുമാറിയത്? വക്കാന കഥ റഹാരി സംസം വാഹദിയൻ, മൂപ്പറെ കണ്ടാൽ നല്ലൊരു ഹൈഹത്തും സാധനം വലിയ വലിയ മഹാനാണല്ലോ, അത് കാണപ്പെട്ട. ഫഖാലൽ ഹസനു റളിയല്ലാഹു അൻഹു പറഞ്ഞു സൽ അമ്മാശി, കല്യാർത്തങ്ങളെ ചോദിച്ചോളൂ. കാല മാ മിലാത്തുദ്ദീൻ, ദീനിന്റെ ഒട്ടാകം മിലാത്ത് എന്താണെന്ന് ചോദിച്ചു. അതിന്റെ പുതിയ കാല ഹസൻ തങ്ങൾ പറഞ്ഞു അൽ വറആണ് തങ്ങളെ എന്ന് പറഞ്ഞു. കാല വമാ ഫസാദുദ്ദീൻ, ദീനിന്റെ ഫസാദ് എന്താണെന്ന് ചോദിച്ചു. കാല തമആണെന്ന് പറഞ്ഞു. തീർന്നു. രണ്ട് ചോദ്യം. കാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇതിൽ ഇരുന്നോ. ഇപ്പൊ മീറ്റുരൊക്കെ മയ്യത്തക്കല്ലെ മലന്ന, നിങ്ങളെ പോലത്തെ ആളുകളാണ് ജനങ്ങൾക്ക് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, മറ്റൊന്നും പറ്റില്ല.
കേട്ടാ. അപ്പൊ ഇവിടെ നോക്കടാ, മിലാഖുദ്ദീനും ഫസാദുദ്ദീനും ചോദിച്ചു അല്ലേ? നോക്ക്, എന്നിട്ട് മിലാഖുദ്ദീനിന്റെ ഭാഗത്ത് വറവും ഫസാദുദ്ദീന്റെ ഭാഗത്ത് തമഴും കൂടിയല്ലേ മൂപ്പർ മക്കാമലയിലല്ലേ പറഞ്ഞത്? അത് അലിയാറ് തങ്ങൾ ശരിവെക്കുകയും ചെയ്തല്ലോ. അത് മൂപ്പർ പറയുന്നു വൽ വറഉല്ലദി യുഖാബിലു തമഅ, തമഇന്റെ മുഖാബിലയിൽ പറഞ്ഞ വറ ഉണ്ടല്ലോ, അത് സാധാരണ വറ അല്ല. വറയിന് പല അർത്ഥങ്ങളുണ്ട്. വറൽ അവാമ്, വറൽ ഖവാസ്, വറൽ ഖവാസുൽ ഖവാസ്, ഇങ്ങനെ പല വറയുണ്ട്. ഇത് സാധാരണ വറയിനെ പറ്റിയല്ല, തമഇന്റെ മുഖാബിലയിൽ പറഞ്ഞ വറ ആകുമ്പോൾ വറഉൽ ഖാസത്തി, ഖാസത്തിന്റെ വറയിനെ പറ്റിയാണ് ആ ചോദ്യം വന്നതെന്ന് മനസ്സിലായി. മുതല ഉത്തരത്തിൽ പറഞ്ഞത് അവാമിന്റെ പറയാൻ കൊണ്ടു മഹറമാത്തിന് തൊട്ട് കാത്താത്തന്നെ പറയായല്ലോ. അതുപോലെ തമഇന്റെ മുഖാബിലയിലുള്ള വറആകണമെങ്കിൽ ഖാസത്തിന്റെ വറആണ് ഉദ്ദേശിക്കുന്നത്. അകേതാ വഹുവ സിഹത്തുൽ യഖീൻ വകമാലു തഅല്ലുഖി ബിറബ്ബിൽ ആലമീൻ വവുജൂദു സുകൂനി ഇലൈഹി വതുമഇനത്തുൽ ഖൽബി ബിഹി. അതാണ് ഇത് വറഉൽ ഖാസത്ത്. യഖീനിന്റെ സിഹത്ത്, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനുള്ള തഅല്ലുഖിന്റെ കമാല്, റബ്ബിലേക്കുള്ള മാത്രമുള്ള ആ ചായലി, ഖൽബ് അതുകൊണ്ട് തുമനത്താകല്. എന്നല്ലാണ് ലാ വറഉൽ ആമ്മത്തി, ആമത്തിന്റെ വറ അല്ല ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞത്. ആമത്തിന്റെ വറ തർക്കു ശുബ്ഹാത്തിലെ കൊണ്ടു അത്രയൊന്നും പണ്ടല്ല, അത് തമഇന്റെ മുഖാബിലയിലല്ല. വഅലാ ഹാദാ, ഇതനുസരിച്ച് ഫയുഖാലു അറിയപ്പെടണം. എന്താ പറയപ്പെടണം? ഇനി അതിന്റെ മഫ്ഹൂം എടുക്കാനാ പോകുന്നത്. എന്തെന്ന്? മാ ബസക്കത്ത് അഖ്സാനുദുല്ലിൻ ഇല്ലാല ബദിൽ തമഇന് മഫ്ഹൂം എടുത്താൽ എന്താ കിട്ടുക? വറഇന്റെ വിത്തുമ്പലാണ് എല്ലാ മഹിമയും കിട്ടുന്നത്. തിരിച്ചു വരണം. അതെ, അതന്നെ. അലിയാർദങ്ങളോട് അസംബത്തിൽ ഞങ്ങൾ പറഞ്ഞ മറുപടി പ്രകാരം എടുത്തിട്ട് ആ മഫ്ഹൂം എടുത്ത് പറയുന്നത്. ഇനി അവിടെ തീർന്നു. ഇനി പറയുന്നത് മനുഷ്യനല്ല വേണ്ടാത്തരങ്ങളെ കുടുക്കി വലിച്ചുകൊണ്ടപ്പോ ബഹുമാൻ അക്കലും ബഹുമാൻ തമ്മിൽ വലിയ പോരാട്ടാന്നുള്ള മനസ്സിലുണ്ടാകും. അക്കൽ എന്ത് ശരിവെച്ചു കൊടുത്താലും വഹും അതിനെതിരായിട്ട് പറഞ്ഞിട്ട് ഇവനെല്ലാം കൂടെ ഫസാദാക്കും. അത് ഈ വഹുമ്മനെയാണ് ഈ ജ്യോത്സ്യന്മാരെ കണക്ക് വെക്കുന്ന ആളൊക്കെ ചൂഷണം ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത്. അവന്റെ വഹുമ്മനെ ഊട്ടി ഉറപ്പിച്ച് തന്നെ ശരിവെച്ചിട്ട് അതിൽ കൂടിയാണ് ഇങ്ങനെ വിളിച്ചിങ്ങനെ എന്തിച്ചുകൊണ്ട് പോകും. അക്കൽ എത്ര എതിർത്ത് പറഞ്ഞാലും അത് സമ്മതിക്കില്ല. കന്യമൂലൊക്കെ തോറിയ കണ്ടാണ് കച്ചവടം പൊളിഞ്ഞെന്ന് പറഞ്ഞ മാതിരിയായി. എന്താ ഞാൻ കേൾക്കത്തുള്ളത് പറഞ്ഞാട്ടൊന്ന്? അപ്പൊ ഈ ബഹുമനെ ശരിക്ക് ചൂഷണം ചെയ്യും. വന്നാക്ക് ബഹുമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ആ അതിനനുസരിച്ച് എങ്ങനെ കൊണ്ടുപോകും. വഹുമിനെ പോലാത്ത ഒരു സാധനം നിന്നെ കുടുക്കി വലിച്ചു കൊണ്ടുപോയിട്ടില്ല എന്ന്. അതാണ് ഏറ്റവും വലിയ കൊടുക്കുന്ന സാധനം. യാനി അന്നൽ വഹുമ ഹുവ സബബു ഫി തമഇ ഫിന്നാസ്. ജനങ്ങളിൽ തമഅ കലിപ്പം പറഞ്ഞത് അതിലേക്ക് നിന്നെ കുടുക്കി വലിച്ചു കൊണ്ടുപോകുന്ന സാധനം ഈ വഹുമിനാക്കണ വേറൊന്നുമില്ല. ഓർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, ഓറൊക്കെ ഒന്ന് കിട്ടണ്ടായിപ്പോയെങ്കിലോ, ഓറൊക്കെ ഒന്ന് കൈമടക്ക് പെരുന്നാപ്പണം കുറഞ്ഞു പോയെങ്കിൽ, തെറാവി ഇങ്ങനെ ചട്ടുകൂട്ടുവാക്കിയിട്ടില്ലെങ്കിൽ പെരുന്നാപ്പണം 100 റുപ്യ കുറഞ്ഞു പോയെങ്കിലോ, ഈ ജാതി ഔഹാമുകൾ കെട്ടിയുണ്ടാക്കിയിട്ടാണ് സംഗതി അവിടെ പോകുന്നു. അത് തന്നെ മതി. വഹുമിന വടക്കായി കാണാൻ വേണ്ടുന്നുണ്ട്. തമയിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ് വഹുമ് എന്ന് പറയുമ്പോ തമയിലേക്കുള്ള ഏജന്റാണ് ആര്? വഹുമ്. തമ എത്ര മോശമാണെന്ന് പറഞ്ഞു. അത് ഏറ്റവും മോശത്തിലേക്ക് വലിക്കുന്ന ആ വഹുമ ഏറ്റവും മോശമാണെന്ന് പറയാൻ തോന്നുന്നു വേണ്ട. ഒന്ന്, ലിയന്നൽ വഹുമ അല്ലദി ഹുവ അസ്ലുഹു അംറുൻ അദമിയ്യൻ. മാത്രമല്ല ഈ വഹുമിന്റെ അസ്ലം അദമിയായ അമ്രാണ്, അതിന് ഹഖീഖത്തില്ല. ഇത് ഇബാറത്തുൻ അനി തഖയ്യുൽ വൽ ഹിസ്ബാനി തഖ്ദീരി. മനസ്സിൽ സാങ്കല്പികമായി കൊണ്ടുവരുന്ന ഒരു ചില കണക്കൂട്ടലുകളും ഒരു തഖയ്യുലാത്തും മാത്രമാണ് ഇതിലുള്ളത്, വഹുമിലുള്ളത്. പക്ഷെ ലാക്കിനും മുങ്കാദത്തുല്ലഹു, നഫ്സുകളെല്ലാം എന്താണെന്നറിയോ അതിന് കീഴ്പ്പെട്ടിട്ട് അതിന്റെ അടിമത്ത് സ്വീകരിക്കുന്ന ചുറ്റുപാടാ വന്നു വഹിക്കുന്നു. എന്തിനേക്കാൾ അതമ്മ മിനിങ്കയാതെ ഹൈലല്ല അക്കരി, അക്കരിലേക്ക് വെച്ചു പോകുന്നതിനേക്കാണ് സമ്പൂർണമായി വെച്ചു പോക്കാന്ന് വഹുമിനാണ്. വഹുമിന് ഇപ്പൊ ആധിപത്യമുള്ളത്. ആക്കിൽ എന്ത് പറഞ്ഞാൽ സമ്മതിക്കൂല. അലാത്തറ മൂപ്പർ ഉദാഹരണം പറയുന്ന അന്നത്തബ മിനൽ ഹയ്യത്തി. പാമ്പിനെ കണ്ടാല് പേടിച്ചോടുവാര് തബ മനുഷ്യന്റെ പേടി. എന്തുകൊണ്ട്? അതിൽ ദററുണ്ട് എന്ന് ഊഹിച്ചിട്ടല്ലേ.
എന്ന അതേമാതിരി ബൽ മിനൽ ഹാബിനിൽ മുബറക്കശി ഈ പിരിച്ചുകൂട്ടിയിട്ട് ഈ പാമ്പിനെ പോലെ ഇങ്ങനെ പടയുന്നൊരു അതുകൊണ്ട് മരിച്ചു കൊടുക്കൂലേ? ശരിക്കും പറഞ്ഞ ആ കാര്യത്തിലുണ്ടല്ലോ. അതാണ് വേറെ മിസാല് പറഞ്ഞാണ്, നിന്റെ കൂടെ ഒന്നിച്ചുറങ്ങുന്ന സുഹൃത്ത് പെട്ടെന്ന് മരിച്ചുപോയി, ഇനി നേരം വെളുത്തോളം നിന്നെ ആ തൽക്കാണി വെച്ചുകൊണ്ട് പുറമെന്ന് ഓർമ്മിക്കാൻ ഇല്ല. എന്നിട്ട് ഇറങ്ങാത്ത ഓനിക്ക് നേരത്തെ ഹയാത്തുള്ളപ്പോ നുള്ളാൻ സാധ്യതയുണ്ട്, കടിക്കാൻ സാധ്യതയുണ്ട്, ചീത്ത പറയാനും തല്ലാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഒന്നും സാധ്യതയില്ല. അപ്പൊ പൂർണ്ണ സുരക്ഷിതമായതോടൊപ്പം തന്നെ നീ എന്തിനെ പേടിച്ചുകൂടി? എന്റെ അക്കല് പറയുന്നത് നേരത്തെ ചെയ്യാൻ സാധ്യത ഉള്ളത് പോലും ചെയ്യൂല. പക്ഷെ ബഹുമ പറയുന്നു എന്തോ ചെയ്യുന്നു, എന്തോന്നല്ലെങ്കിൽ ഉത്തരവില്ല. എന്തോന്ന് പറഞ്ഞ എന്തേ പണ്ടൊരാൾ തൂങ്ങി മരിച്ചിട്ട് മാറ്റുമെന്ന് അല്ലാതെ എന്റെ പള്ളിയിൽ നിന്ന് ആരും പോകുന്നില്ല. അവസാനം അത് നിന്ന് വെയ്യത്തിടക്കുന്ന ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്. ഒരാൾ വന്നു എന്നോട് ചോദിച്ച്, ഉസ്താദെ കാതൊക്കെ കൂടുവോ? ഞാൻ പറഞ്ഞ് കൂടുവെന്നും പറയാ കുറയൂന്നും പറയാന്ന് പറഞ്ഞു. എന്തുകൂടി? കബറാളികളുടെ എണ്ണത്തിൽ അയാൾ കൂടിയില്ലേ അല്ലേ? പുറത്തുന്ന വേറെ ശേഷം കാട്ടുന്ന അയാൾ കുറയും ചെയ്തില്ലേ? അല്ല, അതിനെപ്പറ്റിയല്ല നമ്മളെ ചോദ്യം. പിന്നെന്താന്ന്, അത് തടിക്ക് കൂടോന്ന്, തടിക്ക് എന്ത് കൂടോന്ന്, അയാളെ തടി കൂടോന്നോ? അങ്ങനെയാണ് നിങ്ങളുടെ ഡബിൾ തടിയാകുമല്ല. അയാളെ റൂഹ് കൂടോന്നോ? റൂഹ് കൂടാൻ റൂഹിന് അസ്രായേൽ കൊണ്ടപ്പോയില്ലേ? ഇതെന്ത് പറഞ്ഞ തടിയുമല്ല റൂഹമല്ലാത്ത കൂടോന്ന ആ മൂന്നാമത്തെ എന്താന്ന് പറ. അതിനെപ്പറ്റി നിങ്ങളെ ചോദ്യം അതെന്താന്ന് പറ. ഒരു 15 മണിന്നേര് ആർക്കാത്തുന്നു ഉത്തരം പറ. എന്റെ അപ്പുറം പറയാൻ കൂടവില്ലെന്ന് ഉത്തരം പറയുന്നില്ല. എന്നാ പിന്നെ ഉത്തരം കിട്ടിയിട്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നൽകാതെ കൂടുന്നു. തടിയല്ല റൂഹല്ലാത്തൊന്ന് അല്ലെന്ന് പറ. ആ തേർഡ് പേഴ്സൺ ഗുഹ. അതെന്താ 2 ഗുഹ. റൂഹാനിയുടെ സ്പെല്ലിംഗ് എന്താന്ന്? റൂഹിന്റെ തസ്നിയാണോ റൂഹാനി? അല്ല, റൂഹിലേക്കുള്ള അലിഫും നൂനും കൊണ്ട് നിസ്ബ ചെയ്തതാണോ? റൂഹിലേക്ക് മൻസബ് റൂഹാനിയുൻ എന്നാണോ അതിന്റെ സ്പെല്ലിംഗ്? അത് തീർത്തു പറ അതിന് സ്പെല്ലിംഗ്. അപ്പൊ അത് വായിപ്പം വെച്ചപ്പം നേരത്തെ ഉണ്ടായിട്ടില്ലേ? ജീവനുള്ള കമ്മിറ്റായി ചെയ്താലുണ്ടായില്ലേ? കല്ലൂടിമാരൊക്കെ നടക്കുന്നല്ലാന്ന് ലോകം വന്ന് ചളിയും കാശെല്ലാം കോരാൻ വേണ്ടി പെയിന്റ് കെട്ടി വലിക്കുന്നേരം കഴിത്താന്റെ പ്രേരണയല്ലേ? ഇതൊക്കെ ആൾക്കാരും ചിരിപ്പിക്കുന്നേരം കഴിത്താൻ തന്നെയല്ലേ? അത്ര ഈ ചെവിയിൽ വാങ്ങെടുക്കാത്ത പിള്ളേർക്കെല്ലാം ചെയ്താനൊക്കെ നടക്കുന്നുണ്ടാവും. ഇത് അടന്നെങ്കിലും പ്രസാദം ഉണ്ടാക്കും. ചെല്ലുന്നാൾ ഏകാഗ്രതയും നഷ്ടപ്പെടുത്തും. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജമ്യത്തോട് ഇതെല്ലാം കഴിയൂല. അങ്ങനെ കാട്ടുമ്പടിയിൽ ഇന്നലെ ടീച്ചറെ ഞങ്ങളെ പറഞ്ഞ കാരണം ഈ കളിയിലേക്ക് നമ്മളെ ശ്രദ്ധ വിരിക്കും. ആര് നടത്തുന്നുണ്ട് എവിടെയെങ്കിലും? ചിലവർക്ക് ചപ്പാത്തി ഇനിയും ബാക്കിയില്ലേ? ഇതൊന്നങ്ങനെ അന്നൂറ് ജുന്തുൽ കൽബി എന്നാ പറഞ്ഞു കേട്ടാ. നോക്കാം അതെന്തുകൊണ്ടാണ് ഈ കാര്യം എന്താ പഠിച്ചത്? സൂറത്തിന നേരത്തെ പറഞ്ഞു ഒറിജിനൽ പാമ്പിന്റെ കോലത്തിലായതുകൊണ്ടാണ്. പക്ഷെ അതിന്റെ ഹക്കീക്കത്തില്ല. ഇവിടെ വലവിങ്കാതത്തിലില്ല അക്കലി അക്കിലിന് വൈപ്പെട്ടതായിരുന്നുവെങ്കിൽ ലം തംഫീർ അവിടെ നിഫർത്ത് കാട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്നാണ് തത്വം. മാ കുദ്ദർ എന്താണോ അത് നടക്കും, വാലാം ഞുക്കത്ത് നടക്കൂല. അപ്പോൾ തമൈനത്തോട്ട് രക്ഷപ്പെടൂല. അതുപോലെ ഹൽക്കിലിന്റെ കൈമലുള്ള കാര്യം കിട്ടലിലേക്കുള്ള കൊതിയെ തൊട്ട് രക്ഷപ്പെടൂല. ഇല്ല അഹ്ലുൽ വറയിൽ ഖാസ്. നേരത്തെ പറഞ്ഞില്ല തമൈന്റെ മുക്കാബിലയിൽ വറയ പറഞ്ഞപ്പോൾ ഖാസായ വറ ആണ്. അപ്പൊ ഖാസായ ആളുകൾക്ക് കൊടുക്കുന്ന വറ ഉണ്ടെങ്കിൽ എല്ലാം നടക്കൂല. ഏതാ ഖാസായ ആള്? ബഹും അഹ്ലുൽ ഖനാഅത്തി വത്തവക്കുൽ. ഖനാഅത്തിന്റെ തവക്കുലിന്റെ അഹലുകാരാണ്. ഉള്ളവന്ന് ഓതിയാത്തിൽ എത്ര കാലമായി ഖനാഅത്തും നമ്മുടെ ആടെ തുടങ്ങിയിട്ട് പുണ്യമല എത്ര ക്ലാസ് കഴിഞ്ഞ്? 10 മണിക്കൂറായിട്ട് കഴിഞ്ഞല്ല. 5 ക്ലാസ് നടന്നപ്പോൾ 2 മണിക്കൂർ കൂടിക്കോ. അല്ലദീന ഇങ്ങനെയുള്ള അഹ്ലുൽ ഖനാഅത്താണ് തഖത്തത്തും ഖുലൂബിഹിം അവരുടെ കൽബിൽ നിന്ന് വീണുപോയിരിക്കുന്നു അലാഖാത്തുൽ ഖൽഖി പടത്തുകൾ അലാഖാത്ത് മുഴുവനും ഫലായതമ്മൂന ലിർസിഖി റിസ്ഖിന് വേണ്ടി അവർ അത് ഹിമ്മത്ത് വെച്ചുകൊണ്ട് നടക്കൂല. റിസ്ഖ് കണക്കാക്കിന ഒന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ കിട്ടൂല. കിട്ടൂല എന്നാണെങ്കിൽ കിട്ടൂല. കിട്ടുമെന്നാണെങ്കിലോ അതിന്റെ സമയത്ത് അതിന്റെ അളവനുസരിച്ച് അതിന്റെ നവും ജിൻസും എല്ലാം കൂട്ടി അതിന്റേതായ സമയത്ത് കിട്ടുക തന്നെ ചെയ്യും.
എന്ന് പറയുന്നതാ, നീ എന്തിനെ തൊട്ടാണോ നിരാശപ്പെട്ടത് ആ നിരാശപ്പെട്ട വസ്തുവിനെ തൊട്ട് നീ ഹുറായി. വേണ്ടാന്ന് വെച്ച് അത് കിട്ടൂലെന്ന് വെച്ചാൽ കളക്കി, എന്നാൽ അതിനെ തൊട്ട് നീ ഹുറായി. നീ എന്തിനാണോ കൊതിയും വെച്ച് നടക്കുന്നത് അതിന്റെ അബദ നീ. അൻത ഹുർറും മിമ്മാ അൻത അൻഹു ആയിസുൻ വഅബ്ദുൻ ലിമാ അൻത ലഹു താമിഉൻ. നീ ഹുറാണ്. എന്തിനെ തൊട്ട് ഹുറ്? മിമ്മാ അൻത അൻഹു ആയിസുൻ, നീ എന്തിനെ തൊട്ടാണ് നിരാശപ്പെട്ടത് അതിനെ തൊട്ട് നീ ഹുറാണ്. ആയിസും മിൻകുല്ലി മാ അൻത മിൻകുല്ലി മാ അൻത ആയിസും മിൻഹു അന്ത ഹുർറുൻ മിൻകുല്ലി മാ അൻത ആയിസും മിൻഹു. ഏതെല്ലാം വസ്തുക്കളെ തൊട്ടാണോ നീ യൗസായിട്ട് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അതിനെ തൊട്ട് നീ ഹുറാണ്. വഅബ്ദുൻ, നീ അബ്ദാണ്. ലിമാ അൻത ലഹു താമിഉൻ, നീ എന്തിനാണോ കുറിച്ചുകൊണ്ടിരിക്കുന്നത് അത്. സാധാരണ തമാ എന്നുള്ളത് തീ കൊണ്ടാണ് പോലും സാധ്യാക്കണ്ടത്. ഇവിടെ ലാമിട്ടാണ് മുപ്പർ പറഞ്ഞത് കണ്ടോ. ലിമാ അന്ത ലഹു താമി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഫീഹി താമി അത് മുപ്പർ അതെ കൊടുക്കുന്നത്. ലികുല്ലി മാ അന്ത താമിഉൻ ഫീഹി കണ്ടല്ലേ. അപ്പൊ ഫഅൻ എന്നുള്ളത് എവിടെയാ അന്നുള്ളത്? മിമ്മാ അന്ത അൻഹു ആയിസുൻ എന്ന് പറഞ്ഞില്ലേ. ആ അന്ന് ബിമാന മിൻ, മിന്നിന്റെ മാനാക്കാൻ മുപ്പർ ദവിയിൽ കൊടുത്തു. അതുകൊണ്ട് മിമ്മാ അന്ത ആയിസും മിൻഹു, ആയിസാന്റെ ശേഷം മിന്നല്ലേ കൊടുക്കണ്ടേ. അവിടെ അന്നിട്ട് പറഞ്ഞത് വകയിൽ മുപ്പർ എന്താക്കാൻ മിന്നാക്കി ദവിയിൽ കൊടുത്തു. പിന്നെ ലഹുവിന്റെ അവിടുത്തെ ലാമിന്റെ മാന എന്താണ്? ബിമാന ഫീന്റെ മാനാക്കും കൊടുക്കണം. വഹാദ, ഈ പറഞ്ഞ ഹിക്മത്ത് ദലീലുൻ ആഖർ, ഇത് മറ്റൊരു ദലീലാണ്. ലിഖുബിഹി തമായി, തമായി മോശമാണ് എന്ന് കാണിക്കാൻ വേണ്ടി മുമ്പ് രണ്ടാമത് ദലീലുണ്ടാകുന്ന. നേരത്തെ പറഞ്ഞ ബഹുമാണ് നടത്തിയിട്ട് വിളിച്ചോണ്ട് പോയിരുന്നു. മദ്ഹുൽ മിനൽ ഖൽഖി, പടപ്പുകളെ തൊട്ട് നീ നിരാശനാവണം എന്ന ആ ജൽസുണ്ടല്ലോ, അത് മദ്ഹ് പറയലുമാണ്. വൽ കനാത്ത് ബിദ്ദിഖിൽ മഖ്സൂം, മഖ്സൂമായ റിസ്ക് കൊണ്ട് പൊരുത്തപ്പെടണം ആ കനാത്ത്, അതും മഹ്മൂദാണ് എന്ന് കാണിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബയാനുഹു, അതിന്റെ വ്യാഖ്യാനം പറയാം. അന്ന തമഅ ശൈഇ ഉബൂദിയത്തുല്ലഹു, ഒരു ശൈഇലുള്ള തമഅ ആ വസ്തുവിനോടുള്ള ഉബൂദിയത്താണ്, അടിമത്വമാണ്. ഏതുപോലെ കമാന്നൽ യഅ്സ മിന ശൈഇ ഹുദിയത്തും മിൻഹു, ഒരു ശൈഇനെ തൊട്ടുള്ള യഅ്സ് എന്നുള്ളത് അതിൽ നിന്നുള്ള മോചനം നേടലുമാണ്. ലിഅന്നഹു യദുല്ലു അലാ ഫറാഗൽ ഖൽബി മിൻഹു, ആ വസ്തുവിനെ തൊട്ട് കൽബ് ഫാരിഗായിരിക്കുന്നു എന്ന ദലീലാണത്. വഗിനാഹു അൻഹു, അതിനെ തൊട്ട് എനിക്ക് ഹിന ഉണ്ടെന്നും. അതുകൊണ്ട് ഫത്താമിഉ അബ്ദുൻ വൽ യായിസു ഹുർറുൻ, തമഉള്ളവൻ അബ്ദാണ്, യഅ്സുള്ളവനോ ഹുർറാണ്. വലിദാലിക ഖീല അൽ അബ്ദു ഹുർറും മാ ഖനിഅ വൽ ഹുർറു അബ്ദും മാ തമിഅന. എന്റെ പേര് തമിഅ യത്മഉന, കനിഅ യക്നഉ എന്ന് പറഞ്ഞ അതേ വചനം ഫരിഹ യഫ്റഹു ലിസാനുൽ അറബി പറഞ്ഞിട്ടുണ്ട്. ഫരിഹ യഫ്റഹു തമിഅ യത്മഉ തമഅൻ. അൽ അബ്ദു ഹുർറും മാ ഖനിഅ വൽ ഹുർറു അബ്ദും മാ തമിഅ. അബുദായ ഒരു മനുഷ്യന് ഹുറാണ് ഇപ്പൊ ഉള്ളത് കൊണ്ട് പൊരുത്താക്കുന്ന കാലത്തോളം. ഓൻ ആളെ അബുദാണെങ്കിലും മാനസികമായ ഹുറാണ്. ഹുറ് ശാരീരികമായ ഹുറാണെങ്കിലും മാനസികമായ അബുദാണ് ഇപ്പൊ മാ തമയുള്ള കാലത്തോളം. ഈ കനാത്ത് പറഞ്ഞാൽ എന്താ? വൽ കനാത്ത് സുഖോനോ എന്ത് അതുമിൽ മഅലൂഫാത്ത്, നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടുന്ന ഓരോ വസ്തുക്കളുണ്ടല്ലോ, നമുക്ക് വന്നു ചേരേണ്ടുന്ന ആ മഅലൂഫാത്ത് വേണ്ടതുപോലെ ഇല്ലാണ്ടിരിക്കും ഉണ്ടാകുന്ന ആ മനസ്സമാധാനാണ്. എല്ലാം മതി നോക്കലാണ് ഇത് കനാത്തുന്ന സാധനം. നമ്മ എത്ര മാസവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ദുഹുദിന്റെ തുടക്കമാണ്, ദുഹുദിന്റെ പ്രാരംഭ ഘട്ടത്തിലുള്ള മക്കാമാണ് കനാത്ത്. അതാണ് തീർന്നു. من لم يقبل على الله بملاطفات الإحسان قيد إليه بسلاسل الامتحان. അള്ളാഹു താല ചെയ്തു തന്ന ഇഹ്സാൻ ഉണ്ടല്ലോ, ആ ഇഹ്സാന് വല്ല ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിലേക്ക് ഒരാൾ ഇക്ബാലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് അറിയോ? കുറെ പരീക്ഷണങ്ങൾ നൽകിയിട്ട് നിന്നെ ആ ചങ്ങല കെട്ടിട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഇഹ്സാനായി കണ്ടിട്ട് വേണ്ട ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇംതിഹാൻ കൊണ്ടാട്ടുണ്ടാക്കും. നമ്മൾ സാധനം നോക്കുമ്പോൾ തന്നെ ആദ്യം സമൻസ് അയച്ച് കോടതിയിൽ ഹാജരാകുന്നില്ലെങ്കിൽ പിന്നെ ബാറാണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞ മാതിരി തന്നെ സമൻസ് കിട്ടിയപാട് വേഗം പോയിക്കോളുക, അല്ലെങ്കിൽ ബാറാണ്ട് പിടിച്ചിട്ട് വലിച്ചിട്ട് കയറ്റി കൊണ്ട് പോക്കണ്ടായി.
പലതരത്തിലുള്ള ഹിസാൻ അൻവായകളെ കൊണ്ട് അള്ളാഹുവിന്റെ ഇവർക്ക് ചെയ്തു കൊടുത്ത മുലാത്തഫാത്ത് കൊണ്ട് ഓരെന്താക്കുന്നില്ല, അള്ളാഹുവിലേക്ക് ഇക്ബാലാക്കുന്നില്ല, ശുക്ർ കൊണ്ട് എടുക്കുന്നില്ല നോക്കാം. അതല്ലേ വേണ്ടത്. അപ്പൊ അള്ളാഹു ചെയ്ത നിയമത്തെ മനസ്സിലാക്കി ശുക്ർ കൊണ്ട് ഇക്ബാൽ ചെയ്യാൻ ഒരുങ്ങുന്നില്ലെങ്കിൽ കീലയിലേക്ക് അള്ളാഹിലേക്ക് വിളിച്ചുകൊണ്ട് പോവും. ഈ സലാസിൽ ഇംതിഹാനാകുന്ന ചങ്ങളെ കിട്ടിട്ട് കൊണ്ടുപോകുന്നതാണ്. അല്ല ബിൽ ഇംതിഹാനാത്തി വൽ മസായിബി ശബീഹത്തി ബി സലാസിൽ, അവിടെ ചങ്ങലാന്ന് പറഞ്ഞില്ലേ, ഇംതിഹാന്റെ ചങ്ങലയോട് തശ്ബീഹാക്കിയ ഖിലാഫത്തില്ല. യാനി അന്നൽ മുഖ്തദിയൽ ഇഖ്ബാലുൽ മുരീദി വഗൈരിഹി അല റബ്ബി ബി അൻവാഇ തആത്തി വതദറു ഇലൈഹി വജമിയത്തുൽ ഖൽബി അലൈഹി അംറാൻ. ഒരു മുരീദാവട്ടെ ഗൈറാവട്ടെ, മുരീദല്ലാത്ത ഒരാളാവട്ടെ, അള്ളാഹുവിലേക്ക് ഇക്ബാലാക്കാൻ ഇവന് പ്രേരിപ്പിക്കുന്ന വസ്തു എന്തുകൊണ്ട് ഇക്ബാല്? ത്വാഅത്ത് കൊണ്ടും തളറുആത്ത് കൊണ്ടും ഇക്ബാലാക്കാനും അള്ളാഹുവിന്റെ മേൽ കൽബ് അടങ്ങിക്കൂടാനും പ്രേരിപ്പിക്കുന്ന വസ്തു രണ്ടാണ്. അൽ അവ്വൽ ഏതാണ്? ഈറാദുൻ നിഅമി അലൈഹി, ഇവന്റെ മേലിൽ അല്ലാഹു തആല ധാരാളം നിഅമത്തിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഫയസ്കുറുല്ലാഹ അലൈഹ, ആ നിഅമത്തിന്റെ മുഖാബിലയിൽ എന്താക്കണം? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തിട്ട് വയഖ്ബിൽ അലാ ഖിദ്മത്തി, അള്ളാഹിന്റെ ഖിദ്മത്തിനായി രംഗത്തിറങ്ങണം. എനിക്കിതെല്ലാം ചെയ്താന്ന് പഠിച്ചവനല്ലേ എന്ന് പറഞ്ഞിട്ട് സാക്കിറായിക്കൊണ്ട് വരട്ടെ, അല്ലേ? വത്താനി, രണ്ടാമത്തെ അമ്രുല്ലേ, ഇൻസാറുൽ മസാജിത്തി ബദനിഹി ഔ മാലിഹി, ബദനിലോ മാലിലോ പലതരത്തിലുള്ള മസായിബുകൾ ചെയ്യും. ചെറിയുമ്പോ ഭയത്തുള്ളോ ഇലേഹ ബി റഫ്ഇഹ, അതൊന്ന് നീക്കി തരണേ, നീക്കാനെടുത്താവോണ്ട് ഏത് നഷ്ടക്കാരെടുത്താവോണ്ട് അതിനെന്ത് വിഷയം ചെലവാക്കാന്ന് പറയും. സക്കാത്ത് കൊടുക്കാൻ അവൻ ആദ്യം ഇങ്ങനത്തെ മനുഷ്യനായി എന്ത് വിഷയം ചെലവാക്കാൻ ഇരിക്കുന്നു. പണം തന്നപ്പോ ശുക്രം മേലൊക്കെ സക്കാതും സബക്കയും കൊടുക്കാത്ത ആളിപ്പോ കൊടുക്കേണ്ടി വന്ന് എന്ത് വിഷയം കൊടുക്കാം കണ്ടാ. ഉറപ്പമാക്കാനതാലിക്ക സബബൻ, ചിലപ്പോൾ ഈ ബലാവും മസായിബല്ലുണ്ടല്ലോ അത് സബബായി മാറും. ഈ തർക്കൽ ഇസ്തിഹാരി ബി ദുന്യാ, ദുന്യാവ് കൊണ്ടുള്ള ഷൂല് തന്നെ വേണ്ടാന്ന് വെക്കാൻ ഒരു കാരണമായി. വത്താലൊക്കെ ബി സുബ്ഹാനഹു വതആല കൊണ്ട് താലൂക്കാവാനും ചിലപ്പോൾ ഒരു കാരണമായി വെച്ചിട്ടുണ്ട് ആളെ നേടിയാക്കാന്. വമുറാദുർ റബ്ബി മിനൽ അബ്ദി, അബ്ദിന്റെ വക്കൽ നിന്ന് റബ്ബ് മുറാദാക്കുന്ന എന്താ? റുജൂഉഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് റുജൂ ആകണം എന്നാണ്. അത് തൗഅൻ ഔ കർഹൻ, തൗഅൻ ആണേത് മുലാഖഫാത്തുൽ ഇഹ്സാന കൊണ്ട് വെച്ച്, അല്ലെങ്കിൽ കർഹനാക്കി ചങ്ങല കിട്ടു കൊണ്ടുപോക്കാന്ന് വെച്ചത്. എന്നിട്ട് പറയുന്നു മല്ലം യശ്കുറുൻ നിഅമ ഫഖദ് തഅറദ ലിജവാലിഹാ വമൻ ശകറഹാ ഫഖദ് ഖയ്യദഹാ ബിഇഖാലിഹാ. മല്ലം യശ്കുറുൻ നിഅമ, നിഅമത്തിന് ഒരാൾ ശുക്ർ കാട്ടുന്നില്ലെങ്കിൽ ആ ശുക്ർ ഇല്ലായ്മല്ലേ, ഫഖദ് തഅറദ ലിജവാലിഹാ, അത് നീക്കിക്കളയാൻ വേണ്ടി ഓൻ രംഗത്ത് വന്നവനാണ്. ഈ നിയമത്ത് നീക്കിക്കളയാൻ വേണ്ടിയുള്ള രംഗപ്രവേശനമാണ് അവന്റെ പക്കൽ വരുന്ന ആ നന്ദിയില്ലായ്മ എന്നുള്ളത്. ഇനി വമൻ ശക്കറഹ, നിയമത്തുകൾക്ക് ഒരാൾ ശുക്ർ ചെയ്താലോ ഫഖദ് ഖയ്യദഹ, ആ നിയമത്തിന് അവൻ കെട്ടിയിട്ടിട്ടുണ്ട്. ബിയക്കാലി, അതിൽ കെട്ടാനുള്ള കയറ് കൊണ്ട് കെട്ടി നീ ഓടിപ്പോവില്ല. എന്താണ് ഉപ്പറൻ? യാനി അന്ന ശുക്രൻ നിഅമി മൂജിബുൽ ലിബഖായിഹ, നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നത് അത് എന്നെന്നും ബാക്കി നിൽക്കുവാനുള്ള കാരണമാണ്. മാത്രമല്ല ബാക്കി നിൽക്കൽ മാത്രമല്ല വസിയാദത്ത് മിൻഹ, നിയമത്തിൽ നിന്നുള്ള സിയാദത്ത് കിട്ടാൻ. ഖാലല്ലാഹു തആല ഇൻ ശകർതും ലഅസീദന്നകും എന്നല്ലേ പറഞ്ഞത്. വകുഫ്റാനുഹ, അപ്പോൾ മൂപ്പരിക്കുന്ന അങ്ങോട്ടേക്ക് അക്ഷയത്തെ അർത്ഥം വെച്ചേ. ആദ്യം മല്ലം യസ്കുറല്ലേ തുടങ്ങിയത്, പക്ഷെ ആദ്യം ശുക്രൻ നിയമം കൊണ്ട് അങ്ങോട്ടാ പോകുന്നു. രണ്ടാമത് പറഞ്ഞതാണ് വമൻ ശകറഹ. ഒന്നാമത്തെ മല്ലം ഇസ്കോ ഇപ്പം പറയുന്നു വകുഫ്റാനുഹ വഅദമു ശുക്രിഹ മൂജിബുൻ ലിസവാലിഹ, അത് നീക്കാൻ കാരണമാക്കി തീർക്കും. ഖാലല്ലാഹു തആല ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഒരു ഖൗമിലുള്ള നല്ല അവസ്ഥകളെ തഗയ്യിറാക്കൂല, അവർ സ്വന്തം നഫ്സ് കൊണ്ട് തഗയ്യിറാക്കാത്ത, നന്ദികേടാകുന്ന തഗയ്യിർ വരുത്താത്ത കാലത്തോളം. ഇദാ ഗയ്യറു മാ ബിഅൻഫുസിഹിം മിന ത്വാആതി, അവരെ നഫ്സിലുള്ള ഒന്ന് താഅത്തിനാൽ, അതാ താഅത്ത് ശുക്ർ നിയമം, അതാണ് അവർ മാറ്റിയാൽ ഗയ്യറല്ലാഹു മാ മിൻഹു മിനൽ ഇഹ്സാൻ, അല്ലാഹു തആലയുടെ വക്കൽ നിന്ന് ഇവരിലേക്ക് ഇഹ്സാനായി വരുന്ന കാര്യം എന്താണോ അത് അല്ലാഹു തആല തഗയ്യിറാക്കും. വൽ കർമിനാലും. ഇനി വശുക്റു ഇമ്മാ ബിൽ ഖൽബി, ശുക്ർ കൽബ് കൊണ്ടുണ്ട്. ശുക്ർ വിടേണ്ടത് എങ്ങനെ? യദീമാലിസാനി വല്ലമീറൽ മഹജ്ജബാദ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ശുക്ർ നാവിലുണ്ട്, അംഗങ്ങളിലുണ്ട്, കൽബിലുണ്ട്. മനസാ വാചാ കർമ്മണ.
അതാ പറയുന്നത് ശുക്ർ കൽബ് കൊണ്ട് ബി അൻ തഅലമ അന്ന നിഅമത്തുല്ലഹാ മിനല്ലാഹി തആല, നിഅമത്തുകൾ മുഴുവനും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് നീ ഉറപ്പിച്ചു വെക്കുക. അതിന് തെളിവെന്ത വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് ആയത്ത്. വൈമാ ബിൽ ലിസാനി, നാവ് കൊണ്ടുണ്ട ശുക്റുണ്ട്. ബി അൻ തതഹദ്ദസ ബി നിഅമത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അവൻ വർത്തമാനം പറയുക. വമാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈമാ ബിൽ ജവാരിഹ് കൊണ്ടുണ്ട്. ബി അൻ തുസദ്ദിഫഹാ ഫീ ത്വാഅത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ താഅത്തിൽ മാത്രം അതിനെ ഉപയോഗപ്പെടുത്തുകയും വതകുഫഹാ അമ്മാ ലാ യുർദീഹി, അല്ലാഹു തആല പൊരുത്തപ്പെടാമല്ലാത്തതിൽ തൊട്ട് തടഞ്ഞു വെക്കുകയും ചെയ്യലാണ് ഇത് ജവാരിഹ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറഞ്ഞത്. الحمدلله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم إنا نسألك ونتوسل إليك ونتوجه إليك بحقك الذي بنور وجهك الكريم وبفضلك العظيم، ونسألك اللهم بجاه حبيبك سيدنا محمد صلى الله عليه وسلم نبي الرحمة بكافة عبادك الصالحين المقربين وبمصنف هذا الكتاب العظيم وبسراه المحققين، نسألك اللهم أن تمن علينا بما مننت عليه من أنوارك الثنية، وأن تشرح صدورنا وتطهر قلوبنا يا رب العالمين. اللهم سلكنا مسالك غراماتهم، اللهم أمدنا بإمداداتهم وأعد علينا من بركاتهم، اللهم أشهدنا آثار كراماتهم يا رب العالمين. اللهم اعتق علينا قلوبهم بالمحبة والمودة، اللهم حشرنا في زمرتهم، اللهم ثبتنا على مناهجهم يا رب العالمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.